ഏപ്രിൽസ് ഗുഡ് സ്റ്റോറീസിലേക്ക് ഏവർക്കും സ്വാഗതം. ജെ.സി. ജൂനിയർ എഴുതിയ നോവൽ ലൈറ്റ് ഹൗസ്, അധ്യായം 23. രാത്രി വന്ന് കടന്നുപോയി. കടൽക്ഷോഭം അല്പമൊന്ന് ശമിച്ചിരുന്നു. ഒരു വശം ചെരിഞ്ഞ നിലയിൽ ബോട്ട് എങ്ങോട്ടെന്നില്ലാതെ ഒഴുകി നീങ്ങിക്കൊണ്ടിരുന്നു. പുലർച്ചയ്ക്ക് കടലിൽ പ്രകാശം പരന്നപ്പോൾ ബോണയാണ് ആദ്യം കണ്ടത്. കുറേ അകലെ ഒരു ദ്വീപ്. പക്ഷികൾ പറക്കുന്നത് കാണാമായിരുന്നു. എല്ലാവരും കരയിലേക്ക് പ്രതീക്ഷയോടെ നോക്കി. കാനിബൽസിന്റെ ദ്വീപാണോ എന്നാണ് എൻ്റെ പേടി. അങ്ങനെയാണെങ്കിൽ കരയ്ക്കടുക്കും മുൻപേ കടലിൽ ചാടാം, അലീന പറഞ്ഞു. റോമൽ ദൂരദർശിനിയിലൂടെ ദ്വീപിലേക്ക് നോക്കി. പുകമഞ്ഞ് മൂടിയ ദ്വീപ്. മഞ്ഞുപരപ്പിന് മുകളിൽ വൃക്ഷത്തലപ്പുകൾ മാത്രം, മറ്റൊന്നും കാണാനില്ല. മനുഷ്യവാസമുള്ള ദ്വീപാണോ? ഗാരിയങ്കിൾ പ്രത്യാശയോടെ റോമലിനെ നോക്കി. ഒന്നും കാണാനില്ല. ജനവാസമില്ലാത്തത് തന്നെ നല്ലത്. അനുഭവം വെച്ചു നോക്കുമ്പോൾ എല്ലായിടത്തും നരഭോജികൾ തന്നെയായിരിക്കണമെന്നില്ല. കരയ്ക്കടുക്കുന്നതിന് മുൻപേ ഇത് മുങ്ങിപ്പോകുമെന്ന് എനിക്ക് തോന്നുന്നു, അലീന പറഞ്ഞു. ബോട്ട് അത്രമേൽ ദുർബലമായി കഴിഞ്ഞിരുന്നു. ശക്തിയേറിയ കാറ്റും വലിയ തിരമാലകളും ഇപ്പോഴുമുണ്ട്. തിരമാലയടിക്കുമ്പോൾ ബോട്ട് വല്ലാതെ ഉലഞ്ഞു. തിരകൾക്കൊപ്പം അത് ഒഴുകി നീങ്ങി. ബോട്ടിൽ പകുതിയോളം വെള്ളം നിറഞ്ഞിരുന്നു. എല്ലാവരും കൂടി ഉത്സാഹിച്ച് കുറെ കോരിക്കളഞ്ഞു. ആകെ തകർന്ന അവസ്ഥ. തിരമാലകൾ ബോട്ടിനെ കരയിലേക്ക് തള്ളി നീക്കിക്കൊണ്ടിരുന്നു. മുങ്ങിക്കൊണ്ടിരിക്കുന്ന ആ യാനപാത്രത്തിൽ നിന്നും പുറത്തു ചാടി കരപറ്റിയാൽ മതിയെന്നേയുള്ളൂ എല്ലാവർക്കും. ബോട്ടിൽ നിന്നും കഷ്ടിച്ച് 1/2 കിലോമീറ്റർ ദൂരമേയുള്ളൂ കരയിലേക്ക്. ഈ അവസ്ഥയിൽ പോലും ഒരു കൂറ്റൻ തിരമാല വന്നടിച്ചാൽ നമ്മൾ മുങ്ങിച്ചത്തതു തന്നെ, ബട്ടൻ പറഞ്ഞു. മുമ്പോട്ട് ബോട്ട് നീങ്ങുന്നില്ലെന്ന് തോന്നി. തിരമാലകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആട്ടിക്കളിക്കുകയാണ്. ഇടയ്ക്കൊരു തവണ ദ്വീപിൽ നിന്ന് അകന്നു പോവുകയാണെന്ന് തോന്നി. ദ്വീപിനു ചുറ്റും അർദ്ധവൃത്താകൃതിയിൽ സഞ്ചരിച്ചു കഴിഞ്ഞിരുന്നു. മണിക്കൂറുകൾ പിന്നെയും കഴിഞ്ഞു. വേലിയേറ്റം വരണം. അതുവരെ നമ്മൾ കരയ്ക്കടുക്കുകയില്ല, ഗാരിയങ്കിൾ പറഞ്ഞു. പരമദയനീയം. കൈപ്പാടകലെ കര. എന്നാലോ ഒരു വലിയ തിരയുണ്ടായാൽ നമ്മുടെ കാര്യം തീരുകയും ചെയ്യും, റോമൽ വിലപിച്ചു. വേലിയേറ്റം വരെ കാത്തിരിക്കുകയല്ലാതെ മാർഗമുണ്ടായിരുന്നില്ല. കരയിൽ പാറക്കെട്ടുകളാണ് കാണുന്നത്. വേലിയേറ്റമാകുമ്പോൾ തിരകൾക്ക് ശക്തി കൂടും. ബോട്ടിനെ നിയന്ത്രിക്കാൻ നമുക്ക് സാധ്യമല്ല താനും. ഫലം ചിലപ്പോൾ നമ്മൾ പാറക്കെട്ടിലടിച്ച് തകരുകയായിരിക്കും, ഗാരിയങ്കിൾ പറഞ്ഞു. അപ്പോഴാണ് അങ്ങനെയൊരു അപകടത്തെക്കുറിച്ച് എല്ലാവർക്കും ബോധ്യം വന്നത്. കരയ്ക്കടുക്കുന്നതും ആപത്തു തന്നെ. അതിനെതിരെ എന്തു ചെയ്യാം എന്നതിനെക്കുറിച്ചും അവർ കൂട്ടമായ ആലോചന തുടങ്ങി. കരയിലുള്ള പാറകളെ മാത്രം ഭയന്നാൽ പോരാ. കടൽപ്പരപ്പിന് തൊട്ടു താഴെയെല്ലാം പാറകളുണ്ടാവാം. കരയ്ക്കടുക്കുന്നതിന് മുൻപ് അവയിലടിച്ച് തകരാനും സാധ്യതയുണ്ട്. പ്രതിവിധിയൊന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല. വേലിയേറ്റമായി. തിരകൾക്ക് വലിപ്പമേറി. കാറ്റിന് ശക്തി വർദ്ധിച്ചു. തിരകൾ ബോട്ടിനെ കരയിലേക്ക് വലിച്ചിഴച്ചു. ഒന്നുകിൽ രക്ഷപ്പെടൽ, അല്ലെങ്കിൽ മരണം. രണ്ടിനും തയ്യാറായിക്കൊള്ളുക, ഗാരിയങ്കിൾ മുന്നറിയിപ്പ് നൽകി. ബോട്ട് ഏതായാലും പാറയിലിടിച്ച് തകരും. ദ്വീപിലിറങ്ങാൻ പറ്റിയാൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന സാധനങ്ങൾ ഇപ്പോഴേ കയ്യിൽ കരുതിയാൽ നന്ന്, ബട്ടൻ പറഞ്ഞു. വേണ്ട, നീന്തേണ്ടി വന്നാൽ അത് തടസ്സമാകും, റോമൽ വിലക്കി. തിരമാലകളുടെ തോളിലേറി ബോട്ട് കരയോടടുത്തു. കരയിൽ അടിച്ചു തകരുന്ന തിരമാലകളുടെ ആരവം ഭീതിതമായിരുന്നു. 10 അടിയോളം ഉയർന്നു പൊങ്ങി. പണം വിടർത്തി പാറമേൽ ആഞ്ഞുകൊത്തി തകർന്നു ചിതറി പിൻവാങ്ങുന്ന തിരമാലകൾ. ചെകിടടിപ്പിക്കുന്ന ശബ്ദം. കരയിലേക്ക് 10 അടി ദൂരം മാത്രം. ഒരു തിരയടിച്ച് പിൻവാങ്ങിപ്പോയി. പിന്നാലെ ഒരു ഭീമൻ തെറുത്തുമറിഞ്ഞു വരുന്നുണ്ട്. കരുതി നിന്നോ, ആരും വെള്ളത്തിലോ ബോട്ടിനുള്ളിലോ തെറിച്ചു വീഴരുത്, ഗാരിയങ്കിൾ വിളിച്ചു പറഞ്ഞു. പക്ഷേ തിരമാല തകരുന്ന ശബ്ദത്തിൽ അതാരും കേട്ടില്ല. സംഘാംഗങ്ങൾ പരസ്പരം കയറുകൊണ്ട് ബന്ധിച്ചിരുന്നു. അരയിലാണ് കയർ ചുറ്റിയിരിക്കുന്നത്. 2 പേർ തമ്മിൽ 20 അടിയോളം അകലം കയറിനുണ്ടായിരുന്നു. 1-2 പേർ കര പറ്റിയാൽ മറ്റുള്ളവരെ കൂടി വലിച്ചു കയറ്റണം, അതാണ് ഉദ്ദേശം. ഭീമൻ തിരമാല വന്ന് ബോട്ടിനെ എടുത്തുപൊക്കി നെറുകയിൽ വെച്ചു. എന്നിട്ട് പാറക്കെട്ടുകളിലേക്ക് സംഹാരരുദ്രനായി അലറിപ്പാഞ്ഞു. ബോണയും അലീനയും കമ്പികളിൽ മുറുകെ പിടിച്ചു. ഗാരിയങ്കിൾ ഒരു തൂണിന്മേൽ കൈകൾ ബലമായി ചുറ്റി. തിരമാല ബോട്ടിനെ 2 പാറകൾക്കിടയിലേക്ക് തിരികെ കയറ്റി. പിൻഭാഗം പാറക്കെട്ടിന്റെ തള്ളി നിൽക്കുന്ന ഭാഗത്തിടിച്ചു തകർന്നു. ഇടിയുടെ ആഘാതത്തിൽ പിടിവിട്ട് എല്ലാവരും ബോട്ടിനുള്ളിൽ വീണു. അല്പം ചാഞ്ഞ ഒരു പാറമേൽ ബോട്ടിനെ അടിച്ചു കയറ്റി വെച്ചിട്ട് തിര പിൻവാങ്ങിക്കഴിഞ്ഞിരുന്നു. ചാടി എഴുന്നേറ്റ റോമലും ബർട്ടനും ആദ്യം പാറക്കെട്ടിലേക്ക് ഇറങ്ങി. അടുത്തതായി ഗാരിയങ്കിളിനെ ഇറക്കി. പിന്നെ പെൺകുട്ടികളെയും. വീഴ്ചയിൽ എല്ലാവർക്കും തന്നെ നിസ്സാരമായ പരുക്കുകൾ ഏറ്റിരുന്നു. താഴെ ഇറങ്ങിയ ഉടനെ എല്ലാവരും തിരമാലകൾ എത്തിപ്പിടിക്കാത്ത ഒരു ഉയർന്ന പാറക്കെട്ടിന് മീതയ്ക്ക് കയറി. ബോട്ടിന്മേൽ തിരയടിക്കുകയും പിന്നോട്ട് വലിച്ചുകൊണ്ടുപോകാൻ ശ്രമിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. നമ്മുടെ സാധനങ്ങൾ എടുക്കണം, ബട്ടൻ പറഞ്ഞു. വേണ്ട,
ബോട്ടിൽ കയറുമ്പോൾ ഒരു തിര വന്ന് അതിനെ പൊക്കിയെടുത്ത് കടലിൽ മറിച്ചാൽ പിന്നെ പൊടി പോലും കിട്ടുകയില്ല. എന്തായാലും നമുക്കൊന്ന് ശ്രമിച്ചു നോക്കാം. റോമൽ ഒരു കൈ നോക്കാൻ തയ്യാറായി. നമ്മുടെ കമ്പിളി വസ്ത്രങ്ങളും ആയുധങ്ങളും പാത്രങ്ങളുമില്ലാതെ ഈ ദ്വീപിലിങ്ങനെ കഴിഞ്ഞുകൂടും. രണ്ടും കൽപ്പിച്ച് ബട്ടനും റോമലും ബോട്ടിൽ വന്ന് കയറി. ഇടയ്ക്കിടെ ബോട്ടിന്മേൽ വന്നടിക്കുന്ന തിരമാലകൾ അവരെ കുളിപ്പിച്ചു. ഒരു തിര അവരുടെ മീതെ പാഞ്ഞു. പിന്നോട്ടുള്ള വലിവിൽ ബോട്ടിനെ കടലിലേക്ക് തന്നെ ഒഴുക്കിക്കൊണ്ടു പോകാൻ ശ്രമിക്കുകയും ചെയ്തു. അത് നോക്കി നിന്ന ഗാരിയങ്കിളിനും പെൺകുട്ടികൾക്കും ഭയമായി. തിരിച്ചു പോരൂ റോമൽ, അത് അപകടമാണ്. ജീവൻ പണയം വെച്ച് കളിക്കണ്ട, ഗാരിയങ്കിൾ വിളിച്ചു പറഞ്ഞു. ബട്ടനും റോമലും കൂടി തങ്ങൾക്ക് അത്യാവശ്യമുള്ള കുറേ സാധന സാമഗ്രികൾ പെറുക്കിക്കിട്ടി പുറത്തു ചാടി പാറക്കെട്ടിന് മുകളിലേക്ക് ചെന്നു. 2-3 തോക്കും കുറെ വെടിത്തിരകളും കൂടി എടുക്കാനുണ്ട്. പിന്നെ വേണമെങ്കിൽ ആ സ്പോഞ്ച് കിടക്കകളും കുഷ്യനുകളും കൂടി എടുക്കാം, റോമൽ പറഞ്ഞു. വേണ്ട, ഇനി നിങ്ങൾ പോവണ്ട, നമുക്ക് ഇത്രയൊക്കെ മതി, ഗാരിയങ്കിൾ വിലക്കി. ഒരു കുഴപ്പവും ഉണ്ടാകില്ലെന്നേ, ബട്ടൻ സമാധാനിപ്പിച്ചു. ബോട്ടിന്റെ പിൻഭാഗം പാറയിലടിച്ച് ഉടക്കിയിരിക്കുകയാണ്. തിരമാലയ്ക്ക് അത്ര വേഗം അവനെ പൊക്കിയെടുത്തു കൊണ്ടുപോകാൻ വയ്യ. റോമലും ബട്ടനും കൂടി താഴേക്കിറങ്ങി. ബോട്ടിനടുത്ത് ചെന്നപ്പോഴേക്കും വലിയൊരു ഇരമ്പം കേട്ടു. അനേകമടി ഉയരത്തിൽ ഒരു ഭീമൻ തിര ചെറുതിരകളെയെല്ലാം വിഴുങ്ങി പാഞ്ഞെടുക്കുന്നതിന്റെ ആരവം. ബട്ടൻ, തിരിച്ചു വരൂ, വേഗം വേഗം, ഗാരിയങ്കിൾ അലറി. പെൺകുട്ടികൾ ഉറക്കെ നിലവിളിച്ചു. റോമലും ബട്ടനും ഞൊടിയിടയിൽ പാറക്കെട്ടിന് മുകളിലേക്ക് തിരിഞ്ഞോടി. തിര എത്തിക്കഴിഞ്ഞിരുന്നു. ചെകിടടുപ്പിക്കുന്ന ശബ്ദം. ആകാശം തകർന്നു വീഴും പോലെ ബോട്ടിന് മീതെ കൂടി അടിച്ച് തിരയുടെ കഷ്ണങ്ങൾ റോമലിന്റെയും ബട്ടന്റെയും മേൽ വന്നു വീണു. നെഞ്ചോളം വെള്ളത്തിൽ മുങ്ങിയ അവർ പാറയിൽ അള്ളിപ്പിടിച്ചു കിടന്നു. പാറ വിടവുകളിലൂടെ കമ്പിച്ച് തള്ളിക്കയറിയ വെള്ളം പിൻവലിഞ്ഞപ്പോൾ പിടിവിട്ട് അവർ പുറകോട്ടൊഴുകി. അവരുടെ അരയിൽ കെട്ടിയിരുന്ന കയറിൽ പിടിച്ച് ഗാരിയങ്കിളും പെൺകുട്ടികളും ആഞ്ഞു വലിച്ചു. തങ്ങൾ മുന്നോട്ട് മറിഞ്ഞു വീണേക്കുമെന്ന് അവർക്ക് തോന്നി. മരണപരാക്രമമായിരുന്നു അത്. അത്ര ശക്തമായിരുന്നു തിരയുടെ പിൻവലിവ്. പുറകെ മറ്റൊരു ഭീമൻ തിര കൂടിയെത്തി. അത് റോമലിനെയും ബട്ടനെയും പുറകോട്ട് തള്ളി. ഗാരിയങ്കിളിനും പെൺകുട്ടികൾക്കും അതൊരു അനുഗ്രഹമായി. അവർ വേഗം കയർ പിന്നോട്ട് വലിച്ചെടുത്തു. റോമലിനും ബട്ടനും വേഗം പാറക്കെട്ടിൽ ചുവടുറപ്പിച്ച് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞു. തിരയടിയിൽ ഭൂമി കുലുങ്ങുമെന്ന് ഗാരിയങ്കിളിന് തോന്നി. പാറക്കെട്ട് ഒന്നിളകി ഉലഞ്ഞതുപോലെ നുരയും പതയും പാറക്കെട്ടിന് മുകളിൽ വരെ എത്തിയിരുന്നു. തിര പിൻവാങ്ങിയപ്പോൾ അതോടൊപ്പം ബോട്ടിനെ കൂടി പൊക്കിയെടുത്ത് കടലിലേക്ക് കൊണ്ടുപോയി അടുത്ത തിരയുടെ ചുമലിൽ വെച്ചുകൊടുത്തു. എല്ലാം നിമിഷങ്ങൾ കൊണ്ട് കഴിഞ്ഞു. റോമലും ബട്ടനും പാറക്കെട്ടിന് മുകളിലെത്തി. അവരുടെ മുഖം ഭീതി കൊണ്ട് വിളറി കാണപ്പെട്ടു. രക്ഷപ്പെട്ടെന്ന് വിശ്വസിക്കാനേ കഴിയുന്നില്ല. ബോട്ടിൽ കയറിയിരുന്നെങ്കിൽ ബോട്ടിനോടൊപ്പം തങ്ങളും കടലിൽ ചിതറിക്കിടക്കുമായിരുന്നു. 2 നിമിഷം വൈകി. അതുകൊണ്ട് കഷ്ടിച്ച് രക്ഷപ്പെട്ടു. ബോണയും അലീനയും നിശബ്ദം കരയുകയായിരുന്നു. ഗാരിയങ്കിൾ ബട്ടനെയും റോമലിനെയും തുറച്ചു നോക്കി. ഏതാനും നിമിഷം നിന്നു. ഇവിടെ സ്പോഞ്ച് കിടക്കകൾ, കുഷ്യനുകൾ, തോക്കും വെടിത്തിരകളും. അത്യധികമായ വികാരാവേശം കൊണ്ട് ഗാരിയങ്കിളിന്റെ സ്വരം പതിഞ്ഞതാണോ? ബട്ടനും റോമലും ഒന്നും മിണ്ടിയില്ല. നിമിഷങ്ങൾ കൊഴിഞ്ഞു. ആത്മസംഘർഷം അല്പമൊന്നയഞ്ഞു. ഇവിടെ നിൽക്കണ്ട, ഈ പാറക്കെട്ടിനെ കൂടി തിര വന്ന് ചുറ്റിയെടുത്തുകൊണ്ട് പോകുന്നതിനു മുൻപ് ദ്വീപൊന്നു കാണാം, ഗാരിയങ്കിൾ പറഞ്ഞു. കിട്ടിയ സാധനങ്ങളും എടുത്ത് അവർ പാറക്കെട്ടിലൂടെ നടന്ന് ദ്വീപിലേക്ക് ഇറങ്ങി. തിരമാലകളുടെ ശബ്ദം അകന്നകന്നു പോയി. അവർക്കു മുൻപിൽ ഭീമമൂകമായ ദ്വീപ്. എങ്ങോട്ട് പോകണമെന്നറിയാതെ ഭയാനകമായ ആ വിജനതയിൽ അവർ സ്തബ്ധരായി നിന്നു. അധ്യായം 24. വിജനമായ ദ്വീപിലൂടെ അവർ കുറേ സമയം ചുറ്റിത്തിരിഞ്ഞു. സാമാന്യം വലിയ ഒരു ദ്വീപായിരുന്നു അത്. ദ്വീപിൽ അവിടവിടെ ചുറ്റി നടന്നിട്ടും പക്ഷികളെയല്ലാതെ മറ്റൊരു ജീവിയെയും കണ്ടില്ല. ദ്വീപിന്റെ പടിഞ്ഞാറ് ഭാഗത്തെ കടൽ തീരം ശാന്തമായിരുന്നു. അവിടെ പാറക്കെട്ടുകളോ വൻ തിരകളോ ഇല്ല. ആ ഭാഗത്ത് മണ്ണും മണലും കൂടിച്ചേർന്ന തറയായിരുന്നു. നമ്മളായിരിക്കാം ഈ ദ്വീപിൽ ആദ്യമായി കാൽകുത്തിയ മനുഷ്യർ. ആ നിലയ്ക്ക് ഇതിന്റെ അവകാശം നമുക്ക് തന്നെ, നമ്മുടെ ദ്വീപ്. ബട്ടൻ പറഞ്ഞു. നമ്മൾ എവിടെ താമസിക്കും, എവിടെ ഉറങ്ങും? ഇവിടെ കിടന്ന് ചാവാനാണ് വിധിയെങ്കിലും ഉടനെ അത് സംഭവിക്കുകയില്ലല്ലോ, റോമൽ ആരോടെന്നില്ലാതെ ചോദിച്ചു. പാർപ്പിടമുണ്ടാക്കാൻ പറ്റിയ ഒരു സ്ഥലം കണ്ടെത്തേണ്ടിയിരിക്കുന്നു, ഗാരിയങ്കിൾ പറഞ്ഞു. പാർപ്പിടമുണ്ടാക്കുന്നതിനെക്കുറിച്ച് ചിന്തിക്കുകയേ വേണ്ട. കാരണം അത് മേയാനുള്ള യാതൊരു ഉപാധികളും ഇവിടെയില്ല. എവിടെയെങ്കിലും ഒരു ഗുഹ കണ്ടുപിടിച്ചാൽ എളുപ്പമായി, ബട്ടൻ പറഞ്ഞു. രാത്രിയാവുന്നതുവരെ ഗുഹയ്ക്കു വേണ്ടി അവർ തെരച്ചിൽ നടത്തിയെങ്കിലും ഫലമുണ്ടായില്ല. ഒടുവിൽ മഞ്ഞുരുകി തെളിഞ്ഞു കാണപ്പെട്ട പാറമേൽ അവർ ഒത്തുകൂടി. ഉണങ്ങിക്കിടന്ന മരച്ചില്ലകൾ പെറുക്കിക്കൊണ്ടുവന്ന് തീ കൂട്ടി. അതിനു ചുറ്റും തീ കാഞ്ഞിരുന്നു. പിന്നെ ഓരോരുത്തരും പാറമേൽ കിടന്ന ഉറക്കമായി.
അനേക ദിവസങ്ങൾക്ക് ശേഷമുള്ള സമാധാനപൂർണമായ ഉറക്കം, ബോധം കെട്ടതുപോലുള്ള നിദ്ര. ഇനി കാനിബാൾസിനെ ഭയപ്പെടേണ്ട, കടലിനെയും കാറ്റിനെയും ഭയപ്പെടേണ്ട, INS ഗാർഡുകളെ ഭയപ്പെടേണ്ട. 5 പേരും മതിയാവോളം ഉറങ്ങി. രാവിലെ ഉണർന്നപ്പോൾ ദ്വീപിലെമ്പാടും പുകമഞ്ഞ് വ്യാപിച്ചിരുന്നു. 10 അടി അകലത്തിൽ ഒരാൾ നിന്നാൽ കാണാൻ വയ്യാത്ത അവസ്ഥ. വളരെ സമയത്തിനു ശേഷം മഞ്ഞലിഞ്ഞു മാറി. ബർട്ടനും റോമലും മീൻ പിടിക്കാൻ കടൽക്കരയിലേക്ക് പോയി. അപകടം കുറഞ്ഞ സമുദ്രതീരമാണ് അവർ അതിനായി തെരഞ്ഞെടുത്തത്. കടലിലിറങ്ങിയോ പൊന്തി നിൽക്കുന്ന പാറകളിൽ കയറിയിരുന്നോ മാത്രമേ മത്സ്യബന്ധനം സാധ്യമാകൂ. അവർ മീൻ പിടിക്കുന്നിടത്ത് ഗാരിയങ്കളും പെൺകുട്ടികളും കുറേ സമയം നോക്കി നിന്നു. വളരെ സൂക്ഷിക്കണം, ആഴത്തിലേക്ക് പോകരുത്. കാൽച്ചുവട്ടിലെ മണൽ ചോർത്തിമറിച്ചിട്ട് ആഴത്തിലേക്ക് വലിക്കുന്ന തരം അടിയൊഴുക്കുകൾ ഉണ്ടാവാം. ഗാരിയങ്കൾ അവരെ ഓർമ്മിപ്പിച്ചു. അതിനുശേഷം അയാൾ പെൺകുട്ടികളെയും കൂട്ടി ദ്വീപിലേക്ക് നടന്നു. വാസയോഗ്യമായ ഒരു സ്ഥലം എവിടെയെങ്കിലും കണ്ടുപിടിക്കാമോ എന്ന് നോക്കണം. 2 മണിക്കൂർ നേരത്തെ തെരച്ചിലിന് ശേഷം ഗാരിയങ്കളും പെൺകുട്ടികളും കടൽക്കരയിൽ മടങ്ങിയെത്തി. ബർട്ടനും റോമലും കൂടി മീൻ പാകം ചെയ്യാനുള്ള ശ്രമത്തിലായിരുന്നു. ഒരു സ്റ്റൗ കത്തിക്കാനുള്ള എണ്ണയും പാകം ചെയ്യാനുള്ള എണ്ണയും കുറേ പാത്രങ്ങളും ദൂരദർശിനിയും അവർക്ക് ബോട്ടിൽ നിന്ന് രക്ഷപ്പെടുത്താൻ കഴിഞ്ഞിരുന്നു. മീൻ പാകപ്പെടുത്തി കഴിഞ്ഞപ്പോൾ എല്ലാവരും പാറപ്പുറത്ത് വട്ടം കൂടിയിരുന്ന് അത് കഴിച്ചു തീർത്തു. നിങ്ങൾ ദ്വീപിൽ കറങ്ങിയിട്ട് വല്ലതും കണ്ടോ? ബർട്ടൻ ചോദിച്ചു. ഒന്നുമില്ല, രക്ഷയുടെ അടയാളമേ ഇല്ല, ഗാരി അങ്കിൾ പറഞ്ഞു. ബർട്ടനും റോമലും തങ്ങളുടെ തോക്ക് തുടച്ചു വൃത്തിയാക്കി. ഓരോ റൈഫിളും ഏതാനും വെടിത്തിരകളും ഇത്രയും മാത്രമേ ബോട്ടിൽ നിന്നും എടുക്കാൻ സാധിച്ചുള്ളൂ. ഞങ്ങൾ ഏതായാലും ദ്വീപിലൊന്ന് കറങ്ങാൻ പോവുകയാണ്, റോമൽ പറഞ്ഞു. റോമലും ബർട്ടനും തോക്കുമേന്തി മഞ്ഞു പരപ്പിലൂടെ നടന്നു. വളരെ സമയം അവർ ദ്വീപിൽ അലഞ്ഞു തിരിഞ്ഞു. ഇല കൊഴിഞ്ഞ ഒറ്റയാൻ മരങ്ങളും അവയുടെ ചില്ലകളിൽ നിന്ന് പറന്നു പോകുന്ന പക്ഷികളുമല്ലാതെ മറ്റൊന്നുമില്ലാത്ത ദ്വീപ്. ചെറിയ തരം പക്ഷികളാണ്, വെടിവെച്ചാൽ തീരാ നഷ്ടം, ബർട്ടൻ പറഞ്ഞു. വലുതുമുണ്ടാവാം. റോമലും ബർട്ടനും കടൽക്കരയിൽ തിരിച്ചെത്തി. വൈകുന്നേരം 5 പേരും ചേർന്ന് സംഘടിതമായി പാർപ്പിടത്തിനു വേണ്ടി തെരച്ചിൽ നടത്തി. ഗുഹകളൊന്നും കണ്ടെത്താനായില്ല. ഒടുവിൽ കടൽക്കരയിലുള്ള 2 വലിയ പാറക്കൂട്ടങ്ങൾക്കിടയിലുള്ള ഭാഗം പാർപ്പിടമായി ഉപയോഗിക്കാമെന്ന് തീരുമാനിച്ചു. തറ നിരപ്പായ പാറയാണ്. 3 വശത്തും ഭിത്തി പോലെ പാറനിര. പാറഭിത്തി ഉള്ളിലേക്ക് ചാഞ്ഞ് കമാനാകൃതിയിൽ നിന്നിരുന്നതിനാൽ ഒരു ഗുഹ പോലെ തോന്നിച്ചിരുന്നു. കാറ്റിനെയും തിരകളെയും ഭയപ്പെടേണ്ട. പാറക്കെട്ടുകളുടെ മുകൾ ഭാഗത്ത് തടിക്കഷ്ണങ്ങൾ അടുക്കി ഒരു മേൽക്കൂരയുണ്ടാക്കാമെന്നും റോമൽ അഭിപ്രായപ്പെട്ടു. വിസ്താരമുള്ള പ്രവേശന കവാടത്തിന്റെ പകുതി ഭാഗം കല്ലുകളടക്കി മറയ്ക്കാം. ബാക്കി പകുതി വാതിലായി ഉപയോഗിക്കുക. മരക്കഷ്ണങ്ങൾ കൂട്ടിയിണക്കി ഒരു താൽക്കാലിക കതകുണ്ടാക്കിയാൽ മതി. പാറയുടെ അടിവശത്തുള്ള പേടിപ്പെടുത്തുന്ന മാളങ്ങളും അളകളും വിള്ളലുകളും അവർ അന്നു തന്നെ മണ്ണും കല്ലും കൊണ്ടുവന്ന് അടച്ചു. പിറ്റേന്നു മുതൽ പാർപ്പിടം നന്നാക്കാനുള്ള ഊർജിതമായ പ്രവർത്തനം ആരംഭിച്ചു. നിരപ്പായ പാറമേൽ ഒരടി ഘനത്തിൽ മണൽ വാരിക്കൊണ്ടുവന്ന് നിരത്തി. ദ്വീപിൽ ചുറ്റി നടന്ന് മരക്കഷ്ണങ്ങൾ ശേഖരിച്ചു. പാറയ്ക്ക് മീതെ ചരിച്ചടുക്കി. മഞ്ഞു വീഴ്ചയിൽ നിന്ന് രക്ഷപ്പെടാൻ ഈ മേൽക്കൂര ധാരാളം മതി. എന്നാലും മഴയുണ്ടായാൽ നമ്മൾ നനഞ്ഞൊലിച്ചതു തന്നെ, ബർട്ടൻ പറഞ്ഞു. വാതിലിനു വേണ്ടിയുള്ള പണികളും നടന്നുകൊണ്ടിരുന്നു. തകർന്ന ബോട്ടിന്റെ അവശിഷ്ടങ്ങൾ കടൽക്കരയിൽ നിന്ന് കിട്ടിയത് വലിയൊരു അനുഗ്രഹമായി. ആ പലക കഷ്ണങ്ങൾ കൊണ്ട് അവർ വാതിലുണ്ടാക്കി. എടുത്തും മാറ്റുകയും തിരിച്ചു വയ്ക്കുകയും ചെയ്യാവുന്ന വിധത്തിലായിരുന്നു വാതിലിന്റെ നിർമ്മിതി. അതിനടുത്ത ദിവസത്തെ കഠിന പ്രയത്നം കൊണ്ട് വാതിലിനോട് ചേർന്നുള്ള തുറസായ ഭാഗം കല്ലും തടികളും അടുക്കി മറയ്ക്കാനും കഴിഞ്ഞു. അങ്ങനെ പാർപ്പിട പ്രശ്നം പരിഹരിക്കപ്പെട്ടു. 5 പേർക്കും കിടന്നുറങ്ങാനും ആഹാരം പാകം ചെയ്യാനുമുള്ള സൗകര്യമേ ഉള്ളൂ. എങ്കിലും ആ സൗകര്യം വളരെ വലുതായിരുന്നു. പണി തീർത്ത ശേഷം സംഘാംഗങ്ങൾ അടുത്തുനിന്നും അകലെ മാറി നിന്നും തങ്ങളുടെ പാർപ്പിടത്തെ അഭിമാനത്തോടെ നോക്കി. ഹാംബർഗിലുള്ള തൻ്റെ വീട്ടിലെ പന്നിക്കൂട് ഇതിനേക്കാൾ ബലവത്തും ഭംഗിയുള്ളതുമായിരുന്നെന്ന് റോമൽ ഓർത്തു. എന്നാലും ഇതിനെക്കുറിച്ച് അഭിമാനം തന്നെയാണ് തോന്നുന്നത്. കാട്ടാളന്മാർ മെനഞ്ഞതുപോലെ പ്രാകൃതവും ദുർബലവുമെങ്കിലും തങ്ങൾക്കൊരു വാസസ്ഥലമായി. ആർട്ടിക് സമുദ്രത്തിലെ ഒരജ്ഞാത ദ്വീപിൽ കുടുങ്ങിയിരിക്കുകയാണെന്നുള്ള ആപത്ശങ്ക കൂടാതെ എല്ലാവരും ആഹ്ലാദിച്ചു. ഒരു കുടുംബത്തിന്റെ സന്തോഷമായിരുന്നു അത്. അവർ അവിടെ ജീവിതം ആരംഭിച്ചു. റോമലും ബർട്ടനും എന്നും മീൻ പിടിക്കാൻ പോകും. ചില ദിവസങ്ങളിൽ പെൺകുട്ടികളും അവരോടൊപ്പം ഉണ്ടാകും. അപൂർവമായി ഗാരിയെങ്കിലും പോകുമായിരുന്നു. മൂപ്പർക്ക് കണ്ടു നിൽക്കാനേ പറ്റൂ. ആരോഗ്യം തീരെ ക്ഷയിച്ചു. തണുപ്പ് സഹിക്കാനുള്ള കെൽപ്പ് നഷ്ടപ്പെട്ടു. തന്മൂലം കമ്പിളിക്കുള്ളിൽ എല്ലായ്പ്പോഴും മൂടിപ്പൊതിച്ചിരിക്കാൻ ആ വൃദ്ധൻ ഇഷ്ടപ്പെട്ടു. ഗാരിയങ്കിളിനു വേണ്ടി മാത്രം ചിലപ്പോൾ റോമലും ബർട്ടനും പക്ഷികളെ വേട്ടയാടാൻ പോകും.
ചില ദിവസങ്ങളിൽ 2-4 പക്ഷികളെ കിട്ടും. ചിലപ്പോൾ നിരാശയോടെ മടങ്ങേണ്ടി വരും. പക്ഷിയിറച്ചി മുറിച്ചു കഴിക്കുന്ന ദിവസം ഗാരിയങ്കിളിന് വലിയ ആഹ്ലാദമാണ്. രാത്രിയിൽ തീക്കുണ്ടത്തിനരികിലിരുന്ന് അയാൾ ഉറക്കെ പഴയ പാട്ടുകൾ പാടുകയും നൃത്തം ചവിട്ടുകയും ചെയ്യും. മറ്റുള്ളവരും അദ്ദേഹത്തോടൊപ്പം പാടുകയോ നൃത്തം ചെയ്യുകയോ ചെയ്യും. ജീവിതം അങ്ങനെ നീങ്ങി. ബർട്ടനും ബോണയും പരസ്പരം ഗാഢാനുരക്തരായി കഴിഞ്ഞിരുന്നു. ആദ്യമൊക്കെ അവർ തങ്ങളുടെ സ്നേഹം മറ്റുള്ളവരിൽ നിന്ന് മറച്ചുവെക്കാൻ ശ്രമിച്ചിരുന്നു. റോമലും അലീനയും പ്രേമബദ്ധരാണെന്നും അവർക്കറിയാമായിരുന്നു. ഗാരിയങ്കിളിന്റെ സാമീപ്യം അവരെ തെല്ല് ബുദ്ധിമുട്ടിച്ചു. അദ്ദേഹത്തിന് നീരസമുണ്ടായാലോ എന്നായിരുന്നു അവരുടെ ഭയം. എന്നാൽ കുട്ടികൾ ആനന്ദിക്കുന്നതിൽ അദ്ദേഹത്തിന് സന്തോഷമേ ഉണ്ടായിരുന്നുള്ളൂ. ദ്വീപിലെ ജീവിതം ക്ഷണികമാണെന്ന് വൃദ്ധനറിയാം. കഠിനമായ മഞ്ഞുകാലം വരുമ്പോൾ എല്ലാം താറുമാറാകും. ശൈത്യത്തെ ചെറുത്തു നിൽക്കാനുള്ള ഫലപ്രദമായ ഉപാധികളൊന്നും തങ്ങളുടെ കൈവശമില്ല. ബൂട്ട്സുകൾ പൊട്ടിപ്പൊളിഞ്ഞു തുടങ്ങി. കൈവശമുള്ള തുച്ഛമായ വസ്ത്രങ്ങൾ കീറിപ്പറിഞ്ഞ് നശിക്കാൻ ഇനി അധികകാലം വേണ്ട. കമ്പിളി വസ്ത്രങ്ങളും ബൂട്ട്സുകളും ഇല്ലാതായി കഴിഞ്ഞാൽ കൊടും ശൈത്യത്തിനെതിരെ പിടിച്ചു നിൽക്കാൻ ഒരു മാർഗവും ഉണ്ടാകുകയില്ല. ഈ മഞ്ഞുഭൂമിയിൽ തണുത്തു മരവിച്ച് മരിക്കാനാണ് തങ്ങളുടെ വിധി. മരണത്തിന്റെ നാഴികക്കല്ലിലേക്കുള്ള ഹ്രസ്വമായ ഈ കാലയളവിൽ കുട്ടികൾ ആവോളം ആനന്ദം നുകരട്ടെ എന്ന് ഗാരിയങ്കിൾ കരുതി. ഇനിയൊരിക്കലും ഈ യുവാക്കൾക്ക് ആനന്ദകരമായ ഒരു ജീവിതം ലഭിക്കാൻ പോകുന്നില്ല. പുറം ലോകത്ത് എന്നെങ്കിലും എത്തിച്ചേർന്ന് പുതിയൊരു ജീവിതം നയിക്കാമെന്ന പ്രത്യാശയും വേണ്ട. എല്ലാം ഇവിടെ അവസാനിക്കുന്നു. മരണത്തിനു മുൻപ് ഇവർ പരസ്പരം സ്നേഹം പങ്കുവയ്ക്കട്ടെ, ആത്മാവ് പങ്കുവയ്ക്കട്ടെ, ശരീരം പങ്കുവയ്ക്കട്ടെ. അവരുടെ നിമിഷങ്ങൾ എണ്ണപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു. ഗാരിയങ്കിൾ കുട്ടികളെ പ്രോത്സാഹിപ്പിക്കുകയാണ് ചെയ്തത്. വെറുതെ ഇരിക്കുകയാണെങ്കിൽ അയാൾ അവരോട് പറയും, റോമൽ, നീ അലീനയെയും കൂട്ടി ദ്വീപിലൊന്ന് ചുറ്റിവരൂ. അല്ലെങ്കിൽ ബർട്ടൻ, നിനക്ക് ബോണയോടുള്ള പിണക്കമൊക്കെ തീർന്നില്ലേ? അവളെ കൂട്ടിക്കൊണ്ട് നടന്ന് ഈ ദ്വീപൊക്കെ കാണിച്ചു കൊടുക്കൂ. നിന്റെയൊപ്പം സന്തോഷിക്കാൻ അവൾക്കും ആഗ്രഹമുണ്ട്. ആ പ്രണയ ജോഡികൾ പ്രണയ സല്ലാപങ്ങൾക്കായി ദ്വീപിന്റെ ഉള്ളിലേക്ക് നടന്നു പറയുമ്പോൾ വൃദ്ധൻ തനിച്ച് കടൽക്കരയിലിരിക്കും. നീലനീലമായ കടൽ പരപ്പിലേക്കും വെള്ളിപോലെ തിളങ്ങുന്ന ആകാശത്തിലേക്കും കണ്ണുകൾ നട്ട് അയാൾ കുട്ടികൾക്കു വേണ്ടി പ്രാർത്ഥിക്കും. ദൈവത്തിന്റെ കാരുണ്യം ഈ മഞ്ഞുതുരത്തിൽ കടന്നു വരുമെങ്കിൽ എൻ്റെ കുഞ്ഞുങ്ങളെ രക്ഷിക്കൂ, അവർക്ക് ജീവിതം നൽകൂ. പകരം എൻ്റെ ജീവിതം നീ പിടിച്ചു വാങ്ങിക്കൊള്ളൂ. ഒരു ദിവസം കടൽക്കരയിൽ എല്ലാവരും ഒന്നിച്ചുകൂടിയിരിക്കുകയായിരുന്നു. ഗാരിയങ്കിൾ ദൂരദർശിനിയിലൂടെ കടൽ പരപ്പിലേക്ക് നോക്കുന്നുണ്ടായിരുന്നു. ഒരു കപ്പൽ കാണുന്നുണ്ടെന്ന് തോന്നുന്നു, അയാൾ വിളിച്ചു പറഞ്ഞു. നേരമ്പോക്ക് പറഞ്ഞ് രസിക്കുകയായിരുന്ന റോമലും കൂട്ടരും അത് ശ്രദ്ധിച്ചു. ബട്ടൻ ദൂരദർശിനി വാങ്ങി നോക്കി. അതാ അവിടെ. ഗാരിയങ്കിൾ കിഴക്ക് ദിക്കിലേക്ക് കൈ ചൂണ്ടി. ശരിയാണ്, ഒരു ചെറിയ കപ്പലാണത്. ബട്ടൻ ആഹ്ലാദത്തോടെ വിളിച്ചു കൂകി. ഉടൻ രക്ഷയ്ക്കുള്ള അടയാളം കാണിക്കൂ, വേഗം വേണം, ഹറിയപ്പ്. ഗാരിയങ്കിൾ പുലമ്പി. അവരുടെ ശ്രദ്ധ ഇങ്ങോട്ട് തിരിയത്തക്ക വിധം എന്തെങ്കിലും ചെയ്യണം, വളരെ വേഗം. ഇവിടെ അപകടത്തിൽപ്പെട്ട മനുഷ്യരുണ്ടെന്ന് അവരെ മനസ്സിലാക്കണം. പക്ഷേ അത് INSന്റെ കപ്പലാണെങ്കിലോ? റോമൽ നെറ്റിച്ചുളിച്ച് ഗാരിയങ്കിളിനെ നോക്കി. അവർ എന്തു ചെയ്യണമെന്നറിയാതെ സ്തബ്ധരായി നിൽക്കെ കപ്പലിന്റെ ദൃശ്യം ചക്രവാളത്തിന്റെ പശ്ചാത്തലത്തിൽ കറുത്ത് ഒന്നുകൂടി വ്യക്തമായി കാണായി. കപ്പലിലെ ദീപങ്ങൾ ഓരോന്നും തിരിച്ചറിയാനും കഴിഞ്ഞു. അവർ അടുത്തു വരികയാണ്. ഗാരിയങ്കിളിന്റെ സ്വരം വിറച്ചു. ഞാൻ ചെന്ന് അലീനയോടും ബോണയോടും പറയട്ടെ. റോമൽ കൂടാരത്തിലേക്ക് ഓടി. അവിടെ ചെന്ന് അലീനയോടും ബോണയോടും കപ്പൽ വരുന്ന കാര്യം വിളിച്ചുകൂവി. അലീന വായ പൊളിച്ച് നിന്നുപോയി. അത്ഭുതവും ആഹ്ലാദവും കൊണ്ട് അവളാകെ വീർപ്പും മുട്ടി. റോമൽ എണ്ണട്ടിനെടുത്തുകൊണ്ട് കടൽക്കരയിലേക്ക് ഓടി. പാറക്കെട്ടിനു മീതെ കമ്പുകളിൽ ഘടിപ്പിച്ചിരുന്ന കട്ടിത്തുണി അക്ഷരങ്ങൾ അയാൾ എണ്ണയൊഴിച്ചു കുതിർത്തു. അനന്തരം ലൈറ്റർ ഉപയോഗിച്ച് ഓരോ അക്ഷരത്തിനും തീ കൊളുത്തി. കപ്പൽ ഇപ്പോൾ ദ്വീപിൽ നിന്നും വളരെ അകലത്തായിരുന്നില്ല. അക്ഷരങ്ങളിൽ തീ കത്തിപ്പിടർന്നു. രക്ഷയ്ക്കു വേണ്ടിയുള്ള അടയാളം. കപ്പലിലുള്ളവർ അത് ശ്രദ്ധിച്ചുവെന്ന് തോന്നി. സന്ദേശം ഗ്രഹിച്ചുവെന്നതിന് കപ്പലിൽ നിന്നും അടയാളം നൽകപ്പെട്ടു. ശക്തിയേറിയ 2 സെർച്ച് ലൈറ്റുകൾ ദ്വീപിന് നേർക്ക് തെളിഞ്ഞു. അവർ നമ്മളെ കണ്ടു. ബട്ടൻ ആഹ്ലാദമത്തനായി കുതിച്ചു ചാടി. അധ്യായം 25. ഭീമാകാരങ്ങളായ അക്ഷരങ്ങൾ അപ്പോഴും കത്തിയെരിഞ്ഞുകൊണ്ടിരുന്നു. കപ്പലിന്റെ രൂപരേഖ ഏറെക്കുറെ വ്യക്തമായിരുന്നു. ഡെക്കിലൂടെ ആളുകൾ നീങ്ങുന്നതുപോലും ശക്തമായ പ്രകാശത്തിൽ കാണാമായിരുന്നു. റോമൽ കടൽക്കരയിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും കുതിച്ചോടുകയാണ്. ഇടയ്ക്ക് എന്തൊക്കെയോ വിളിച്ചു പറയുന്നു. പിന്നെ അവൻ വന്ന് കമ്പിൽ തുണി ചുറ്റി അത് എണ്ണയിൽ മുക്കി കത്തിച്ചുകൊണ്ട് കടൽക്കരയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. ഇപ്പോൾ കപ്പലിന് ചലനമില്ല. അത് നങ്കൂരം ഇട്ടുവെന്ന് ഗാരിയങ്കിളിന് തോന്നി. കപ്പലിനി കരയിലേക്ക് അടുത്തു വരികയില്ല. നങ്കൂരം ഇടുകയല്ലാതെ മറ്റു മാർഗമൊന്നുമില്ലായിരുന്നു. ഇടയ്ക്കിടെ അവർ ദ്വീപിന്റെ നേർക്ക് വെളിച്ചം പായിച്ചുകൊണ്ടിരുന്നു.
അക്ഷരങ്ങൾ കത്തിയണഞ്ഞു. റോമലിൻ്റെ കയ്യിലെ പന്തവും കെട്ടു. ശക്തിയേറിയ കാറ്റ് വീശിത്തുടങ്ങി. തിരമാലകൾ ആർത്തലറി. കടൽ ക്ഷോഭിക്കുകയാണെങ്കിൽ അവർ പോയിക്കളയുമോ? ബട്ടൺ ആശങ്കയോടെ ചോദിച്ചു. ഏയ്, അതുണ്ടാവില്ല. പോകാൻ ആഗ്രഹമുണ്ടെങ്കിൽ പോലും അവർക്കത് സാധിക്കുകയില്ല, ഗാരി അങ്കിൾ പറഞ്ഞു. ആഹ്ലാദം കൊണ്ട് അയാളുടെ വാക്കുകൾ വിറച്ചിരുന്നു. തങ്ങളെ അടിയോടെ പൊക്കി പറത്തിക്കൊണ്ടു പോകാൻ കെൽപ്പുള്ള കാറ്റു വീശുന്നുണ്ടെന്നും അവർ അറിഞ്ഞില്ല. ശൈത്യത്തിൽ അസ്ഥിയും മജ്ജയും മഞ്ഞുകട്ടയാകുന്നത് അറിഞ്ഞില്ല. ഗാരി അങ്കിൾ കപ്പലിലേക്ക് തന്നെ നോക്കിക്കൊണ്ടിരുന്നു. കുറെ ദീപങ്ങളുമായി ജീവിതമാണ് മുൻപിൽ കാത്തുകിടക്കുന്നതെന്ന് തോന്നി. വീണ്ടും തൻ്റെ നഗരത്തിലേക്ക് മടങ്ങുകയും കുടുംബാംഗങ്ങളോടൊത്ത് അത്താഴ വിരുന്നിൽ പങ്കുകൊള്ളുകയും ചൂടുള്ള കിടക്കയിൽ സമാധാനമായി ഉറങ്ങുകയും ചെയ്യാമെന്നുള്ള പ്രതീക്ഷ. അങ്ങനെയൊരു ജീവിതം സ്വപ്നം പോലെ മനസ്സിൽ കത്തിത്തെളിഞ്ഞു. അതെ, ജീവിതമാണ് ആ കടൽപ്പരപ്പിൽ ചാഞ്ചാടുന്നത്. ജീവിതത്തിൻ്റെയും മരണത്തിൻ്റെയും നടുവിലാണ് തങ്ങൾ. കപ്പലിലേക്കുള്ള ദൂരം താണ്ടുകയേ വേണ്ടൂ. റോമലിനും കടലിലിറങ്ങി കപ്പലിലേക്ക് നീന്തിപ്പോകാനുള്ള ആവേശമുണ്ടായിരുന്നു. ആ കപ്പൽ ആരുടേതാകാനാണ് സാധ്യത? ബട്ടൺ ചോദിച്ചു. ആരുടേതുമായിക്കൊള്ളട്ടെ, ദൈവമാണ് അതിനെ അയച്ചത്. ദൈവദൂതൻ അതിലുണ്ട്. കപ്പൽ INSൻ്റെയാണെങ്കിൽ ഇത് തിരുത്തി പറയേണ്ടി വരും. അത് ലൂസിഫറിൻ്റെ കപ്പൽ തന്നെ ആയിക്കൊള്ളട്ടെ, ഞാൻ ഇതുതന്നെ പറയും. നരകത്തിൽ നിന്നാണെങ്കിലും നമ്മുടെ ദിക്കിലേക്കൊരു കപ്പൽ വിടാൻ ചെകുത്താന് തോന്നിയല്ലോ. ഗാരിയങ്കിളിന് ആ ദ്വീപിൽ നിന്ന് കടന്നാൽ മതിയെന്നേയുള്ളൂ. ഒരു നേരത്തെ രുചികരമായ ഭക്ഷണത്തിനും ഒരു സിഗരറ്റിനും ഒരു ബഹുമദ്യത്തിനും ഒരു ചൂടുകിടക്കയ്ക്കും വേണ്ടി ഒരാളെ കൊല്ലാനും അയാൾ തയ്യാറായിരുന്നു. അവരാരും ഇങ്ങോട്ട് വരുന്നില്ലല്ലോ, അലീന പരാതിപ്പെട്ടു. രാത്രിയിൽ അവർ വരുമെന്ന് കരുതേണ്ട. ദ്വീപിനെക്കുറിച്ച് അവർക്കൊന്നും അറിയില്ല. മാത്രമല്ല, മോശമായ കാലാവസ്ഥയും ഒരു തോണി കടലിലിറക്കിയാൽ അതിനെ അടിച്ചു തകർക്കാനും മാത്രമുള്ള കോപം ഇപ്പോൾ കടലിനുണ്ട്. തിരമാലകളുടെ അലർച്ച കേട്ടില്ലേ? ഗാരി അങ്കിൾ പറഞ്ഞു. അപ്പോൾ ഇനി നേരം പ്രഭാതമാകാതെ അവരിങ്ങോട്ട് വരില്ല. ഇല്ലെന്ന് മാത്രമല്ല, കാലാവസ്ഥ ഇങ്ങനെ തുടരുകയാണെങ്കിൽ അവർക്ക് രക്ഷാബോട്ട് കരയ്ക്കടുപ്പിക്കാനും സാധ്യമല്ല. റോമൽ എണ്ണട്ടിൻ കടൽക്കരയിലേക്ക് കൊണ്ടുവന്നു. താവളത്തിൽ ശേഖരിച്ചിരുന്ന വിറകും കീറിപ്പറിഞ്ഞ തുണികളുമെല്ലാം കടൽക്കരയിലെത്തിച്ചു. എന്നിട്ട് അവിടെയൊരു തീക്കുണ്ടമുണ്ടാക്കി. കപ്പലിലുള്ളവരുടെ ശ്രദ്ധ പിടിച്ചു നിർത്തുന്നതിനു വേണ്ടിയായിരുന്നു ഇത്. കപ്പലിൽ നിന്നും ഇടയ്ക്കിടെ സിഗ്നൽ ലൈറ്റുകൾ ദ്വീപിലേക്ക് പ്രകാശിപ്പിച്ചിരുന്നു. ശൈത്യവും കാറ്റും വകവയ്ക്കാതെ നാൽവരും കടൽക്കരയിൽ തന്നെ കഴിച്ചുകൂട്ടി. ആരും ഉറങ്ങിയിരുന്നില്ല. അവരുടെ കണ്ണുകൾ കപ്പലിൽ തന്നെ തറഞ്ഞു നിന്നു. തങ്ങൾ ഉറങ്ങിപ്പോയാൽ ആ സമയത്ത് കപ്പൽ നങ്കൂരമെടുത്ത് കടന്നു കളയുമോ എന്ന് എല്ലാവരും ശങ്കിച്ചിരുന്നു. നോക്കിയിരുന്നാൽ കപ്പലിനും തങ്ങളെ വെട്ടിച്ചു പോകാൻ കഴിയില്ല എന്ന് വിശ്വാസമുള്ളതുപോലെ, പോകാൻ കഴിയും എന്ന ഉറപ്പുപോലെ തന്നെ ദാർഢ്യമുള്ളതായിരുന്നു ഈ വിചാരവും. പ്രഭാതം വരെ അവർ കടൽക്കരയിൽ തന്നെ ചെലവഴിച്ചു. പകലിൻ്റെ പ്രകാശം ദിക്കുകളിലെല്ലാം വ്യാപിച്ചു. കാറ്റ് തീരെ ശമിച്ചിരുന്നു. എങ്കിലും കടലിൽ കോളിളക്കം ശേഷിച്ചു. ദ്വീപിനു മീതെ ഒരാവരണം പോലെ കട്ടിയേറിയ മൂടൽമഞ്ഞ് പൊതിഞ്ഞിരുന്നു. ഗാരിയങ്കളും കൂട്ടുകാരും കപ്പലിലേക്ക് തന്നെ കണ്ണു നട്ടിരുന്നു. നേരം കുറെ പുലർന്ന ശേഷം കപ്പലിൽ നിന്നും ഒരു ബോട്ട് കടലിലേക്ക് ഇറങ്ങുന്നത് കാണായി. അവർ വരികയാണ്, ഗാരിയങ്കിൾ മന്ത്രിച്ചു. അതുവരെ ശ്വാസം പിടിച്ച് കണ്ണു തുറച്ചിരിക്കുകയായിരുന്നു അയാൾ. ഞരമ്പും പേശികളും വലിഞ്ഞു പൊട്ടാൻ വെമ്പിയിരുന്ന ആ പിരിമുറുക്കം പെട്ടെന്ന് അയഞ്ഞു. പിടഞ്ഞടിച്ചുകൊണ്ടിരുന്ന ആശങ്ക അപ്രത്യക്ഷമായി. ബോട്ട് കരയിലേക്ക് വരികയായിരുന്നു. കരയ്ക്കടുക്കാൻ അത് അരമണിക്കൂർ എടുത്തു. പറ്റിയ സ്ഥാനം കണ്ടുപിടിക്കാനായിരുന്നു വിഷമം. ബോട്ടിൽ 2 പേരുണ്ടായിരുന്നു. അവർ അതിൽ നിന്ന് പുറത്തിറങ്ങിയതേയില്ല. 2 പേരുടെ കയ്യിലും ആയുധങ്ങളുണ്ടായിരുന്നു. അത് INS ഗാർഡുകളല്ല എന്ന് കണ്ടപ്പോൾ ഗാരി അങ്കിളിനും സംഘത്തിനും കൂടുതൽ ആശ്വാസമായി. നിങ്ങൾ ആരാണ്? ചാരനിറമുള്ള ഓവർകോട്ട് ധരിച്ച തടിച്ചു കുറുകിയ ഒരു മനുഷ്യൻ വിളിച്ചു ചോദിച്ചു. ഗാരി അങ്കിൾ തൻ്റെ പേരും കൂടെയുള്ളവരുടെ പേരും വെളിപ്പെടുത്തി. നിങ്ങളെങ്ങനെ ഈ തുരുത്തിലകപ്പെട്ടു? INSൻ്റെ തടവുകാരായിരുന്നു ഞങ്ങൾ. അവിടെ നിന്നും ഒരു ബോട്ടിൽ രക്ഷപ്പെട്ടു പോന്നതാണ്. കടൽക്ഷോഭത്തിൽപ്പെട്ട് ബോട്ട് തകർന്ന് കരയ്ക്കടിഞ്ഞു. ശരി, ഞാൻ ചെന്ന് ക്യാപ്റ്റനെ വിവരമറിയിക്കട്ടെ. കാര്യങ്ങൾ തിരക്കി വരുവാൻ ഞങ്ങളെ അയച്ചതാണ് അദ്ദേഹം. ഞങ്ങൾ കൂടെ ബോട്ടിൽ കയറാം. കാര്യങ്ങൾ നേരിട്ട് പറയുന്നതല്ലേ സൗകര്യപ്രദം? അത് വേണ്ട. ബോട്ട് തിരിച്ചു പോകാനുള്ള ഒരുക്കമായി. ഹേ മനുഷ്യ, സിഗരറ്റ് ഉണ്ടെങ്കിൽ തന്നിട്ട് പോ. ബ്രാൻഡി ഉണ്ടെങ്കിൽ അതും. ഞങ്ങൾ തണുത്തു വിറച്ച് വിശന്നിരിക്കുകയാണ്. രാത്രി മുഴുവൻ ഞങ്ങൾ ഉറക്കമിളക്കുകയായിരുന്നു. തടിച്ചു കുറുകിയ മനുഷ്യൻ ഒരു സിഗരറ്റ് പാക്കറ്റ് ഗാരി അങ്കിളിന് എറിഞ്ഞുകൊടുത്തു. മറ്റേയാൾ ചെറിയ ഒരു ബ്രാൻഡി കുപ്പിയും. തിന്നാൻ എന്തെങ്കിലുമുണ്ടോ? ഒന്നുമില്ല. നിങ്ങൾ തിരിച്ചു വരുമെന്ന് തീർച്ചയാണല്ലോ. ഞങ്ങൾക്ക് സൗകര്യമുണ്ടെങ്കിലേ നിങ്ങളെ കൊണ്ടുപോകാനൊക്കൂ. അതറിയാമല്ലോ. അപ്പോൾ പിന്നെ അവിശ്വസിച്ചിട്ട് കാര്യമില്ല. ഒരു കപ്പൽ തട്ടിയെടുത്തിട്ട് രക്ഷപ്പെടാൻ നിങ്ങൾ പോരാ.
ഒരു ബോട്ട് കൈവശപ്പെടുത്തുന്നത് പോലെ അത്ര എളുപ്പമല്ല അത്. പിന്നെ രാത്രി മുഴുവൻ ഞങ്ങൾക്കിവിടെ കാത്തുകിടക്കേണ്ട ആവശ്യമുണ്ടായിരുന്നോ എന്നാലോചിക്കുമ്പോൾ നിങ്ങളുടെ സംശയം തീരും. കുറിയ മനുഷ്യൻ നീരസത്തോടെയാണ് സംസാരിച്ചത്. അയാൾ അവരെ ശല്യക്കാരായിട്ടാണ് കണ്ടത്. അവരെ രക്ഷപ്പെടുത്തുന്നതിൽ അയാൾക്കത്ര താല്പര്യമില്ലായിരുന്നു താനും. ബോട്ട് തിരിച്ചുപോയി. അവർ കപ്പലിൽ ചെന്ന് ക്യാപ്റ്റനെ വിവരമറിയിച്ചു. INS-ൽ നിന്ന് ചാടിപ്പോന്ന തടവുകാരോ? അതുകൊള്ളാം, അവർ ധീരന്മാരാണല്ലോ. INS-ന് അവർ വരുത്തിക്കൂട്ടിയ നാശനഷ്ടങ്ങളെക്കുറിച്ച് നമ്മൾ എത്രയോ തവണ കേട്ടുകഴിഞ്ഞിരിക്കുന്നു. 4-5 ബോട്ടുകൾ, 2 വിമാനം, അനേകം ഗാർഡുകളും. എന്നിട്ടും അവരെ പിടിക്കാനും കഴിഞ്ഞില്ല. അവർ 6 പേരുണ്ടായിരുന്നല്ലോ, ക്യാപ്റ്റൻ ചോദിച്ചു. 5 പേരേയുള്ളൂ. മതി, ഇവരെ കണ്ടുപിടിച്ചു കൊടുത്താൽ ആളൊന്നിന് ഓരോ £1,00,000 INS വാഗ്ദാനം ചെയ്തിരിക്കുന്നത്. അതായത് ആ തുരുത്തിൽ ആരും കാണാത്ത £5,00,000 ചുമ്മാ കിടക്കുന്നു. നമ്മൾ ചെന്നെടുക്കുകയേ വേണ്ടൂ. ക്യാപ്റ്റന് ആഹ്ലാദമടക്കാൻ കഴിഞ്ഞില്ല. ശരി, ഞാനും കൂടി കരയിലേക്ക് വരികയാണ്. ബ്രേക്ക്ഫാസ്റ്റ് കഴിയട്ടെ. ക്യാപ്റ്റൻ ഭക്ഷണം കഴിക്കുന്നതിനിടയിൽ ഒരു കപ്പൽ ജോലിക്കാരൻ വന്നറിയിച്ചു. കാലാവസ്ഥ മോശമാവാൻ പോവുകയാണ്. വലിയ കാറ്റുണ്ടാവുമെന്നാണ് സൂചന. ബാരോമീറ്ററിൽ സൂചി താണുകൊണ്ടിരിക്കുന്നു. ഈ കടലെടുക്കാണെങ്കിൽ അപകടം പിടിച്ചതും. ശരി, നമ്മൾ അധികം വൈകാതെ പുറപ്പെടും. എല്ലാവരോടും തയ്യാറായിരുന്നോളാൻ പറയുക. ഭക്ഷണത്തിന് ശേഷം ക്യാപ്റ്റൻ തൻ്റെ 2 അനുയായികളോടൊപ്പം ബോട്ടിൽ കയറി ദ്വീപിലേക്ക് പോയി. ദ്വീപ് അപ്പോഴും മൂടൽമഞ്ഞിനാൽ ആവൃതമായിരുന്നു. തിരിച്ചുപോയ ബോട്ട് ഇനി വരില്ലെന്നായിരുന്നു റോമലിൻ്റെ ശങ്ക. ആ ബോട്ട് പിടിച്ചു വെക്കേണ്ടതായിരുന്നു. റോമൽ ഗാരി അങ്കിളിനോട് പറഞ്ഞു. ഗാരി അങ്കിൾ ആകെ ഉന്മത്തനായി ഇരിക്കുകയാണ്. സിഗരറ്റ് തുടരെ തുടരെ പുകച്ചു തള്ളുന്നു. മദ്യക്കുപ്പി കാലിയായി കഴിഞ്ഞു. അതിൻ്റെ ആവശ്യമില്ല. ഗാരി അങ്കിൾ ചുണ്ടു തുടച്ച് പെറുപെറുത്തു. എൻ്റെ ഭയം നമ്മൾ INS-ൽ നിന്ന് രക്ഷപ്പെട്ടവരാണെന്ന് അറിഞ്ഞതുകൊണ്ട് അവർ നമ്മളെ രക്ഷപ്പെടുത്താൻ മുതിരുകയില്ലെന്നാണ്. അവർ വരും ബർട്ടൻ. അങ്കിൾ, സത്യം അവരോട് പറയേണ്ടിയിരുന്നില്ല. സംസാരിച്ചിരിക്കെ ബോട്ട് വരുന്നത് കാണായി. അത് വളരെ വേഗം കരയ്ക്കടുത്തു. ക്യാപ്റ്റൻ കരയ്ക്കിറങ്ങി. ഗാരിയങ്കിളും റോമലും ബർട്ടനും ബോണയും അലീനയും അടുത്തേക്ക് ഓടിയെത്തി. ക്യാപ്റ്റൻ ഗാരിയങ്കിളിൻ്റെ കൈ പിടിച്ചു കുലുക്കി. ഞങ്ങളുടെ കപ്പലിലേക്ക് സ്വാഗതം, ക്യാപ്റ്റൻ പറഞ്ഞു. ഗാരിയങ്കിളിൻ്റെ കണ്ണ് നിറഞ്ഞൊഴുകി. നന്ദി, വളരെ നന്ദി. അയാളുടെ വിറയാർന്ന ചുണ്ടിൽ വാക്കുകൾ പതറി. നിങ്ങളുടെ ദയനീയാവസ്ഥ ഞാൻ മനസ്സിലാക്കുന്നു. നിങ്ങൾ മരണത്തിലായിരുന്നു. INS-ൽ നിന്ന് ചാടിപ്പോന്ന ധീരന്മാർ. ഞങ്ങൾ തിമിംഗലം വേട്ടക്കാരാണ്. നോർവേയിൽ നിന്ന് വരുന്നു. 3 മാസമായി കടലിലിറങ്ങിയിട്ട്. ഒരു മുതുമുത്തശ്ശിയാണ് ഞങ്ങളുടെ കപ്പൽ. അതിനും ഇതുപോലെയുള്ള ഒരുപാട് ദുരന്തകഥകൾ അറിയാം. ക്യാപ്റ്റൻ ഗാരി അങ്കിളിനെ കൈപിടിച്ച് ബോട്ടിൽ കയറ്റി. റോമൽ അലീനയെ ബോട്ടിൽ കയറാൻ സഹായിച്ചു. ഒടുവിൽ ബോണയും ബട്ടനും കയറി. കപ്പലിലെത്തിയ ഉടൻ ഗാരി അങ്കിളിനും ബോണയ്ക്കും ബട്ടനും അലീനയ്ക്കും റോമലിനും ചൂടുവെള്ളത്തിൽ കുളിയും ചൂട് ഭക്ഷണവും ക്യാപ്റ്റൻ തരപ്പെടുത്തി. കപ്പലിലെ പ്രധാനികൾക്കെല്ലാം അവരെ പരിചയപ്പെടുത്തി. കപ്പൽ നങ്കൂരമെടുത്ത് അതിൻ്റെ ദിക്കിലേക്ക് നീങ്ങി. അലീനയും റോമലും ഗാരി അങ്കിളും ഡെക്കിൽ വന്നു. ഇളം ചൂട് പകരുന്ന സൗമ്യമായ കമ്പിളിക്കുപ്പായങ്ങൾക്കുള്ളിൽ ജീവിതത്തിലെ ഏറ്റവും വലിയ സുരക്ഷിതത്വം അവർ അനുഭവിച്ചു. ഒടുവിൽ ദ്വീപ് പൂർണ്ണമായും മറഞ്ഞു. മരണത്തിൽ നിന്ന് രക്ഷപ്പെട്ടു എന്ന ഏറ്റവും ആനന്ദകരമായ അനുഭൂതിയിലായിരുന്നു എല്ലാവരും. ചൂടേകുന്ന വസ്ത്രങ്ങൾ, വിശിഷ്ടമായ ഭോജ്യങ്ങൾ, ഇളം ചൂടുള്ള കിടക്ക, വലിക്കാൻ സിഗരറ്റും കുടിക്കാൻ മദ്യവും. ഗാരി അങ്കിൾ അതിൽ തന്നെ മുഴുകി. ജീവിതത്തിൽ ഇനിയൊരിക്കലും അനുഭവിക്കാൻ ഒക്കുകയില്ലെന്ന് കരുതിയ ആ സുഖാനുഭവങ്ങളിൽ അയാൾ നീന്തിത്തുടിച്ചു. കപ്പലിലെ ജീവിതം സന്തോഷപ്രദമായിരുന്നു. അവരുടെ രക്ഷപ്പെടലിൻ്റെയും സാഹസിക യാത്രയുടെയും കഥകൾ കേൾക്കാൻ എല്ലായ്പ്പോഴും ആളുകൾ ചുറ്റും കൂടിയിരുന്നു. ഒരിക്കൽ കേട്ടവർക്ക് വീണ്ടും വീണ്ടും കേൾക്കണം. വീണ്ടും ആവർത്തിക്കുമ്പോൾ വിശദാംശങ്ങളിൽ കുറവ് വരുത്താനൊന്നും ആരും സമ്മതിച്ചില്ല. വിവിയനായിരുന്നു അവരുടെ ഹീറോ. ആ നരഭോജികളുടെ നടുവിൽ അവനെ വിട്ടുപോന്നതിനു ശേഷം അവനെന്ത് സംഭവിച്ചു എന്നറിയാഞ്ഞിട്ട് എല്ലാവർക്കും ഉത്കണ്ഠയും ദുഃഖവുമായിരുന്നു. അവനൊരു പുരുഷനെപ്പോലെ പെരുമാറി. ഒരുവൻ പറഞ്ഞു, ആ കാനിബാൾസിനെയെല്ലാം അരിഞ്ഞു വീഴ്ത്തിയിട്ട് നിങ്ങൾ വീണ്ടും ആ ഗുഹയിലേക്ക് ചെല്ലേണ്ടതായിരുന്നു. വിവിയന് എന്തു പറ്റിയെന്നറിയാൻ മറ്റൊരുവൻ കുറ്റപ്പെടുത്തി. കപ്പൽ നങ്കൂരമെടുത്ത് പുറപ്പെട്ടപ്പോൾ തന്നെ കടലിൽ കോളിളക്കം ആരംഭിച്ചിരുന്നു. പടുകൂറ്റൻ തിരമാലകൾ കപ്പലിനെ അടിച്ചു തകർക്കാനുള്ള ശ്രമമായി. കൊടുങ്കാറ്റ് ഭീകരാരവത്തോടെ വീശിയേറിക്കൊണ്ടിരുന്നു. പക്ഷേ കപ്പൽ അതിൻ്റെ ലക്ഷ്യത്തിലേക്ക് സുഗമമായി യാത്ര തുടർന്നു. യാത്ര പൊതുവെ സന്തോഷപ്രദമായിരുന്നു. ആ തിമിംഗല വേട്ടക്കപ്പലിൽ അതിനു വേണ്ടത്ര ജോലിക്കാരും ടെലിവിഷനു വേണ്ടി തിമിംഗല വേട്ടയെക്കുറിച്ച് ഒരു ഡോക്യുമെൻ്ററി ചിത്രം പിടിക്കാൻ വേണ്ടി വന്ന കുറേ പേരും സാഹസികരായ ഏതാനും ടൂറിസ്റ്റുകളും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കഥ പറച്ചിലിൽ മിടുക്കും ഗാരി അങ്കിളിനായതുകൊണ്ട് എല്ലായ്പ്പോഴും അയാളുടെ ചുറ്റും
8 or 10 പേർ ഉണ്ടായിരുന്നു. കഥയിൽ ഏതെങ്കിലും ഭാഗം വിട്ടുപോയാൽ മറ്റുള്ളവർ ഓർമ്മിപ്പിക്കും. ഗാരിയങ്കിൾ, റോമൽ ആ ഹെലികോപ്റ്റർ തകർത്ത കാര്യം നിങ്ങൾ പറഞ്ഞില്ല. അല്ലെങ്കിൽ ബട്ടൺ ആ മഞ്ഞുകെട്ടുകൾക്കിടയിൽ ഒളിച്ച കാര്യം വിട്ടുപോയി. അത് നിശ്ചയമായും പറയണം. ബട്ടൺ അത്രയും ധൈര്യം കാണിച്ചില്ലായിരുന്നെങ്കിൽ നിങ്ങളിന്ന് ജീവനോടെ ശേഷിക്കുമായിരുന്നോ? ഗാരിയങ്കിൾ സ്വതസിദ്ധമായ ഭാവചേഷ്ടകളോടെ നല്ല ഈണത്തിൽ സാഹസിക കഥകളുടെ കെട്ടഴിച്ചു കൊടുത്തു. ദിവസങ്ങൾ നീങ്ങി. ബട്ടൻ്റെയും ബോണയുടെയും റോമലിൻ്റെയും അലീനയുടെയും ഗാരിയങ്കിളിൻ്റെയും ആരോഗ്യം മെച്ചപ്പെട്ടു. നല്ല ഭക്ഷണം കഴിച്ച് ശരീരം ഒന്ന് മിനുങ്ങുകയും ചെയ്തു. 11 ദിവസത്തെ യാത്രയ്ക്ക് ശേഷം കപ്പൽ ജനവാസമുള്ള ഒരു ദ്വീപിന് സമീപമടുത്തു. ഒരു ഉച്ചതിരിഞ്ഞ നേരത്തായിരുന്നു അത്. അപരിഷ്കൃതരായ ഒരു പറ്റം മനുഷ്യർ വസിക്കുന്ന ദ്വീപായിരുന്നു അത്. ദ്വീപിൽ വേട്ടയാടാനും വീര്യമുള്ള മദ്യവും പെണ്ണും കിട്ടാൻ വേണ്ടത്ര സൗകര്യവുമുണ്ടായിരുന്നു. മീൻപിടുത്ത കപ്പലുകളും സാഹസിക സഞ്ചാരികളും അവിടെ നിർത്തുക പതിവായി. അങ്ങനെയുള്ളവർക്കു വേണ്ടി പല രാജ്യങ്ങളിൽ നിന്ന് വന്ന് താമസിച്ച് കച്ചവടം നടത്തുന്നവരുമുണ്ടായിരുന്നു. ചുരുക്കത്തിൽ ആ ദ്വീപ് ഒരു കൊച്ചു തുറമുഖമായി വർദ്ധിച്ചു. റോമൽ ഡെക്കിലിരുന്ന് ദൂരദർശിനിയിലൂടെ കരയിലേക്ക് നോക്കിക്കൊണ്ടിരുന്നു. കപ്പലിൻ്റെ ക്യാപ്റ്റനും വേറെ 2 പേരും കൂടി കുറെ അകലെ കിടന്ന ഒരു ബോട്ടിൽ ചെന്ന് കയറുന്നത് റോമൽ കണ്ടു. ചുവപ്പ് വേഷം ധരിച്ച ഒരാൾ മുകൾ തട്ടിലേക്ക് വന്നു. അയാൾ ക്യാപ്റ്റന് കൈ കൊടുത്ത് സ്വീകരിക്കുകയാണ്. അയാളുടെ ചുവന്ന കുപ്പായത്തിൽ തോളിന് മീതെ കുത്തിയ ബട്ടണിലെ ചിഹ്നം റോമലിൻ്റെ കണ്ണിൽപ്പെട്ടു. INS ഗാർഡ്. അയാൾ സ്വയം മന്ത്രിച്ചു. ക്യാപ്റ്റനെയും കൊണ്ട് ഗാർഡ് ബോട്ടിനുള്ളിൽ മറഞ്ഞു. അധ്യായം 26. റോമൽ ദൂരദർശിനിയിലൂടെ തന്നെ നോക്കിക്കൊണ്ടിരുന്നു. ബോട്ടിനകത്തേക്ക് കയറിപ്പോയ ക്യാപ്റ്റനെ കുറെ നേരത്തേക്ക് കണ്ടതേയില്ല. എന്താ റോമൽ ഇത്ര ശ്രദ്ധിച്ചു നോക്കുന്നത്? ബട്ടൺ ചോദിച്ചു. നമ്മൾ അപകടത്തിൽപ്പെട്ടിരിക്കുകയാണെന്ന് തോന്നുന്നു, റോമൽ പറഞ്ഞു. എന്തപകടം? ഞാനൊരു INS ഗാർഡിനെ കണ്ടു. അലീനയുടെ മുഖം വിളറി. ചുമ്മാ വിഡ്ഢിത്തം പറയാതെ, ഗാരിയങ്കിൾ സംഭ്രാന്തനായി പറഞ്ഞു. ഞാൻ കണ്ടു അങ്കിൾ. എവിടെ? അവിടെ കരയോട് ചേർത്തിട്ടിരിക്കുന്ന ആ ബോട്ടിൽ. കണ്ടെങ്കിൽ അത് മറക്കുക. നമ്മൾ വെളിയിൽ മുഖം കാട്ടണ്ട. 2-3 ദിവസത്തിനകം കപ്പൽ ഇവിടം വിട്ടു പോകും. അതുകൊണ്ട് അവർ അറിയുകയില്ല എന്നില്ലല്ലോ, അലീന പറഞ്ഞു. INSൽ നിന്നും ചാടിപ്പൊന്ന തടവുകാരിൽ 5 പേരെ ഒരു ദ്വീപിൽ നിന്ന് രക്ഷപ്പെടുത്തിയെന്നുള്ള വിവരം ഇപ്പോൾ കരയിലെല്ലാം പരന്നിട്ടുണ്ട്. ആളുകൾക്ക് അതൊരു വലിയ വാർത്തയാണ്. ഇവിടെ ഒരു INS ഗാർഡ് ഉണ്ടെങ്കിൽ നമ്മൾ എവിടെ ഒളിച്ചിട്ടും ഫലമില്ല. അയാൾ ഇപ്പോൾ തന്നെ അറിഞ്ഞു കാണും. അയാൾ അറിഞ്ഞെന്ന് മാത്രമല്ല, ക്യാപ്റ്റൻ നമ്മളെ ഒറ്റിക്കൊടുത്തേക്കാനും ഇടയുണ്ട്. ആ ക്യാപ്റ്റൻ്റെ മുഖം ആദ്യം മുതൽക്കേ എനിക്ക് പിടിച്ചില്ല. തീരെ പന്തിയല്ലാത്ത നോട്ടവും ഭാവവും. അയാൾ ശരിയല്ലാത്ത ഒരു മനുഷ്യനാണ്. ഹേയ്, ഒറ്റിക്കൊടുക്കുകയൊന്നുമില്ല, ഗാരിയങ്കിൾ തർക്കിച്ചു. ക്യാപ്റ്റനും നമ്മളോട് ദയയുണ്ട്. പെരുമാറ്റത്തിൽ നിന്നും തിരിച്ചറിയരുതോ? പക്ഷേ അയാളും INS ഗാർഡും കൂടി സംസാരിക്കുന്നതാണ് ഞാൻ കണ്ടത്. അയാൾ ആ ബോട്ടിലേക്ക് ചെന്നപ്പോൾ ഗാർഡ് അയാളെ സ്വീകരിച്ചകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ഗാരിയങ്കിളിൻ്റെ നാവടഞ്ഞു. വലിയൊരു ചതി പറ്റിയേക്കുമെന്നും അയാൾ ഊഹിച്ചു. ഒരു പക്ഷേ നമ്മളെ കണ്ടുപിടിച്ചു കൊടുക്കുന്നവർക്ക് INS വലിയൊരു തുക പ്രതിഫലം പ്രഖ്യാപിച്ചിരിക്കും, ബട്ടൺ പറഞ്ഞു. എന്നാൽ നമ്മൾ വൈകാതെ ഈ കപ്പലിൽ നിന്നും രക്ഷപ്പെടേണ്ടിയിരിക്കുന്നു. പക്ഷേ എങ്ങനെ? നമ്മൾ ശത്രുപാളയത്തിലാണ്, തടവുകാരെ പോലെ. നീ ശരിക്കും കണ്ടതാണോ? അങ്കിൾ നോക്കിക്കൊള്ളൂ. റോമൽ ദൂരദർശിനി ഗാരിയങ്കിളിനെ ഏൽപ്പിച്ചു. അവൻ ചൂണ്ടിക്കാണിച്ച ദിക്കിലേക്ക് തന്നെ ഗാരിയങ്കിൾ നോക്കി. അവർ എപ്പോഴെങ്കിലും പുറത്തു വരും, അതുവരെ കാക്കുക. കുറെ നേരം കഴിഞ്ഞപ്പോൾ ക്യാപ്റ്റൻ ബോട്ടിൻ്റെ മുൻവശത്തെ തട്ടിൽ വന്നു. ഒപ്പം ഒരു INS ഗാർഡിനെയും കണ്ടു. അവർ തമ്മിൽ കൈകൊടുത്ത് പിരിയുകയായിരുന്നു. ഗാരിയങ്കിളിൻ്റെ മുഖം വിളറി വെളുത്തു. INS ഏജന്റ് തന്നെ, സംശയം വേണ്ട, അയാൾ പറഞ്ഞു. നമ്മൾ എന്തു ചെയ്യണമെന്ന് ഗൗരവമായി ആലോചിക്കേണ്ടിയിരിക്കുന്നു. ഈ കപ്പൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇനി സുരക്ഷിതമല്ല, ബട്ടൺ അഭിപ്രായപ്പെട്ടു. എന്നാൽ ചാടിപ്പോകാനുള്ള പണി നോക്കണം. ചാടിപ്പോകണമെങ്കിൽ നമുക്കൊരു ബോട്ട് വേണം. ബോട്ട് നമുക്ക് കിട്ടിയെന്നിരിക്കട്ടെ. നമ്മൾ ചാടിപ്പോയ വിവരം 24 മണിക്കൂർ നേരത്തേക്കെങ്കിലും ക്യാപ്റ്റനും കൂട്ടനും അറിയാതിരിക്കണം. അതും സാധിച്ചുവെന്നിരിക്കട്ടെ. നമുക്ക് എവിടെ ചെന്നെത്താം എന്നതിനെക്കുറിച്ച് നല്ല നിശ്ചയം വേണം. നമുക്കാണെങ്കിൽ ദിക്കുകളെ സംബന്ധിച്ച് യാതൊരു അറിവുമില്ല. ലൈറ്റ് ഹൗസിലേക്കാണ് നമുക്ക് പോകേണ്ടത്. നമ്മളിപ്പോൾ എവിടെ എത്തിയെന്നോ ലൈറ്റ് ഹൗസ് ഇനിയത്ര അകലെയാണെന്നോ നിശ്ചയമില്ല. ഗാരിയങ്കിൾ ചിന്താധീനനായി. ആരുമറിയാതെ ചാടിപ്പോകാൻ ഒരു ബോട്ട് കിട്ടുക വളരെ ബുദ്ധിമുട്ടാണ്. തങ്ങൾ ചാടിപ്പോയ വിവരം ഏറ്റവും കൂടിയാൽ 8 മണിക്കൂറിനകമെങ്കിലും അറിയും. എല്ലാം അസാധ്യം തന്നെ. കരയിൽ നിന്ന് വന്ന കുറേ ആളുകളെ ക്യാപ്റ്റൻ അടുത്തേക്ക് കൊണ്ടുവരുന്നത് കണ്ടതോടെ ചിന്തകൾ മുറിഞ്ഞു. നിങ്ങൾ ഇവിടെ ഇരുന്ന് വെയിൽ കായുകയാണോ? കൊള്ളാം, ഇവരെ നോക്കൂ. നിങ്ങളുടെ സാഹസിക കഥകൾ കേട്ട് നേരിട്ട് കാണാൻ വേണ്ടി കരയിൽ നിന്ന് വന്നവരാണ്, ക്യാപ്റ്റൻ പറഞ്ഞു.
പല രാജ്യങ്ങളിൽ നിന്ന് വന്ന വണിക്കുകളും ആ കൂട്ടത്തിലുണ്ടായിരുന്നു. ചിലർ അവരോട് സംസാരിച്ചു. കഥകൾ കേൾക്കാൻ താൽപ്പര്യം പ്രകടിപ്പിക്കുകയും അവരുടെ ധീരതയെ അഭിനന്ദിക്കുകയും ചെയ്തു. വേറെ ചിലർ പുഞ്ചിരി തൂകി ഹസ്തദാനം നൽകി സ്ഥലം വിട്ടു. ഇനിയൊരു കൂട്ടർ അവരെ അത്ഭുതാദരങ്ങളോടെ തെല്ലകലെ മാറി നിന്ന് നോക്കിക്കൊണ്ടിരുന്നു. കേട്ടറിഞ്ഞും മറ്റും കരയിൽ നിന്ന് വീണ്ടും വീണ്ടും അവരെ കാണാൻ ആളുകൾ എത്തിക്കൊണ്ടിരുന്നു. നോർവേയിൽ നിന്നുള്ള ഒരു കച്ചവടക്കാരൻ മറ്റുള്ളവർ കാണുകെ അവർക്ക് കുറച്ച് പണം നൽകി. നിങ്ങൾക്കിത് ആവശ്യമായി വന്നേക്കും. ജന്മനാട്ടിൽ നിന്നും ആയിരക്കണക്കിന് മൈലകലെ വന്ന കാട്ടാളന്മാരുടെ നടുവിൽ കച്ചവടം നടത്തി ജീവിക്കുന്നവനാണെങ്കിലും എനിക്ക് ആളുകളുടെ ആവശ്യം മനസ്സിലാകും, അയാൾ പറഞ്ഞു. പണം നൽകിയ വാർത്ത പെട്ടെന്ന് ആളുകൾക്കിടയിൽ വ്യാപിച്ചു. ചെന്ന് കാണാൻ മാത്രമല്ല സഹായിക്കുകയും ചെയ്യാമായിരുന്നെന്ന് മുമ്പ് ചെന്ന് കണ്ടവർ കുണ്ഠിതപ്പെടുക പോലുമുണ്ടായി. പിന്നെ കാണാൻ വന്നവർ പലരും അവർക്ക് തങ്ങളുടെ കഴിവിനൊത്ത് പണം നൽകാൻ തുടങ്ങി. നേരത്തെ ചെന്ന് കണ്ടവർ കരയിൽ വച്ചൊരു പണപ്പിരിവ് നടത്തി. പിരിഞ്ഞു കിട്ടിയ തുകയുമായി കപ്പലിൽ വന്ന ഫിൻലൻഡുകാരനായ വൃദ്ധൻ ആ തുക ഗാരി അങ്കിളിന് നൽകിക്കൊണ്ട് പറഞ്ഞു, ധീരതയെ ഞങ്ങൾ ഫിൻലൻഡുകാർ എല്ലാ കാലത്തും മാനിക്കും. ഞങ്ങളുടെ കൊച്ചു രാജ്യവും കൊച്ചു സൈന്യവും റഷ്യയെപ്പോലൊരു വൻ ശക്തിക്കെതിരെ യുദ്ധം ചെയ്ത് 3 ലക്ഷം റഷ്യൻ ഭടന്മാരെ വധിക്കണമെങ്കിൽ ഞങ്ങൾ ധീരന്മാരായിരുന്നല്ലേ പറ്റൂ. ഇത് നിങ്ങളുടെ സഹോദരങ്ങൾ സന്തോഷത്തോടെ നിങ്ങൾക്ക് തരുന്ന സമ്മാനമാണ്. ഗാരി അങ്കിൾ സ്നേഹപൂർവ്വം അയാൾക്ക് നന്ദി പറഞ്ഞു. താങ്കൾ ഇവിടെ എന്തു ചെയ്യുകയാണ്? അയാൾ ചോദിച്ചു. എനിക്കിവിടെയൊരു ഈർച്ച മില്ലുണ്ട്, ഫിൻലൻഡുകാരൻ പ്രതിവചിച്ചു. സ്റ്റെഫാൻ എന്നാണ് തൻ്റെ പേരെന്നും അയാൾ അറിയിച്ചു. അലീനയും റോമലും അയാൾക്ക് ഷെയ്ക്ക് ഹാൻഡ് നൽകി നന്ദി പറഞ്ഞു. കപ്പൽ ഇവിടം വിടാൻ താമസമുണ്ടെങ്കിൽ ഒരു ദിവസം എൻ്റെ മില്ലിലേക്ക് വരൂ. നമുക്കൊന്നിച്ച് വേട്ടയ്ക്ക് പോകാം. എൻ്റെ കൈവശം നല്ല 2 തോക്കുകളുണ്ട്. വേട്ടയിറച്ചിയും ഇവിടുത്തെ വാറ്റും മദ്യവും ചേർന്നുള്ള ഡിന്നറിനോളം രുചികരമായ ഒന്നും വേറൊരിടത്തും നിങ്ങൾ അനുഭവിച്ചിട്ടില്ലെന്ന് പറയാനിടവരും. വൃദ്ധൻ തിരിച്ചുപോയി. പിന്നീട് പോർട്ട്ലൻഡുകാരിയായ ഒരു വൃദ്ധ അവരെ കാണാനെത്തി. തന്നെത്താൻ തുന്നിയ 3 കമ്പിളി ഉടുപ്പുകൾ അവർ കൂടെ കൊണ്ടുവന്നിരുന്നു. വില കുറഞ്ഞ കമ്പിളി നൂലുകൊണ്ട് നെയ്ത ഉടുപ്പുകൾ. ഞാൻ ദരിദ്രയാണ്. എൻ്റെ കൈവശം പണമില്ല. ഇത് മാത്രമേ ഉള്ളൂ. ഇതുകൊണ്ട് നിങ്ങൾക്ക് ഉപയോഗമുണ്ടാകുമെങ്കിൽ എനിക്ക് തൃപ്തിയായി. അലീനയുടെ കയ്യിലാണ് ആ സ്ത്രീ തൻ്റെ വില കുറഞ്ഞ സമ്മാനം നൽകിയത്. അഭിനന്ദനം നിറഞ്ഞു പ്രകാശിച്ച ചിരിയോടെ അവർ ഗാരി അങ്കിളിൻ്റെയും ബട്ടൻ്റെയും റോമലിൻ്റെയും നെഞ്ചിൽ മെല്ലെ തട്ടി. മിടുക്കന്മാർ. ആ സ്ത്രീ പോയി. നമുക്ക് കിട്ടിയ ഏറ്റവും വിലപിടിച്ച സമ്മാനമാണിത്. ആ ഉടുപ്പുകൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഗാരി അങ്കിൾ പറഞ്ഞു. രാത്രിയായപ്പോൾ ക്യാപ്റ്റൻ ഒരാളെയും കൂട്ടി ഗാരി അങ്കിളിൻ്റെയും മറ്റും ക്യാബിനിൽ വന്നു. അരോഗദൃഢഗാത്രനായ ഒരു ചെറുപ്പക്കാരൻ. ചതുരമുഖം, നേർത്ത ചുണ്ടുകൾ, നീണ്ട മൂക്ക്, പറ്റെ വെട്ടിയ മുടിക്കും മീതെ കറുത്ത ഹാറ്റ്, ക്രൗര്യം തോന്നിക്കുന്ന കണ്ണുകൾ. അയാൾ മോടിയായി വസ്ത്രധാരണം ചെയ്തിരുന്നു. നിങ്ങളെ പരിചയപ്പെടാൻ വന്നതാണ്, ക്യാപ്റ്റൻ പറഞ്ഞു. പേര് എമിലിയോ. മെക്സിക്കോയാണ് നാട്. ഒന്നാന്തരം ബിസിനസ്മാൻ. എമിലിയോയുടെ ചുണ്ടുകൾ തെല്ലകന്നു. പുച്ഛരസം കലർന്ന ഒരു ചിരി. നിങ്ങളെ അഭിനന്ദിക്കാതിരിക്കാൻ ആർക്കും സാധ്യമല്ല. ഉരുക്കുകോട്ടയായ INS-ൽ നിന്ന് ചാടിപ്പോരുക നിസാരമല്ലല്ലോ. പിന്തുടർന്നു വന്ന അവരുടെ സൈന്യത്തെ എതിർത്ത് തോൽപ്പിക്കുക അതിനേക്കാൾ അസാധ്യം. ലോകത്തിലെ ഏതൊരു രാജ്യത്തിനെതിരെയും യുദ്ധം ചെയ്യാൻ കെൽപ്പുള്ള INS-ന്റെ സേനകളെ യുദ്ധമുറി അറിയാത്ത 6 പേർ തോൽപ്പിച്ചയച്ചത് വലിയൊരു സാഹസകൃത്യമാണ്. അയാൾ ഒരു നിമിഷം നിർത്തിയിട്ട് ഒരു ഊന്നലോടെ തുടർന്നു. ഇത്രയും നാൾ INS-ന്റെ കണ്ണിൽപ്പെടാതെ ഒളിച്ചു പാർത്തുവന്നതും ഞങ്ങളുടെ മിടുക്കല്ല സാർ. ഭാഗ്യം ഞങ്ങളോടൊപ്പമായിരുന്നു, ദൈവവും. ഗാരി അങ്കിൾ വിനയത്തോടെ അറിയിച്ചു. അത് വാസ്തവം. എമിലിയോ അവരുടെ മുൻപിലൂടെ 4-5 ചാൽ നടന്നു. എന്നിട്ട് ക്യാപ്റ്റനോടൊപ്പം തിരിച്ചു പോകാൻ ഭാവിച്ചു. നമുക്ക് വീണ്ടും കാണാമെന്ന് ആശിക്കുകയാണ്. 2 പേരും നടന്നകന്നു. അവർ മറഞ്ഞു കഴിഞ്ഞപ്പോൾ റോമൽ പല്ലുകടിച്ച് പിറുപിറുത്തു. അതവനാണ്, ആ കള്ളപ്പന്നി. INS ഗാർഡോ? ഗാരി അങ്കിൾ മുഖം ചൊളിച്ചു. അവൻ തന്നെ. സംശയമൊന്നുമില്ലല്ലോ? എനിക്കുറപ്പാണ്. അലീനയുടെ മുഖം മഞ്ഞളിച്ചുപോയി. അവൻ്റെ സംസാരം ശ്രദ്ധിച്ചോ? ഇത്രയും കാലം നമ്മൾ INS-ന്റെ കണ്ണിൽപ്പെടാതെ ഒളിച്ചു പാർത്തുവെന്ന്. അതായത് ഇപ്പോൾ കണ്ണിൽപ്പെട്ടിരിക്കുന്നു. റോമൽ ഒന്ന് നിർത്തിയിട്ട് തുടർന്നു. അവസാനം അവൻ തന്ന മുന്നറിയിപ്പോ വീണ്ടും നമുക്ക് കാണാമെന്ന്. ഗാരി അങ്കിളും അലീനയും ഒരക്ഷരം മിണ്ടിയില്ല. അവനിപ്പോൾ INS-ന്റെ ആസ്ഥാനത്തേക്ക് റേഡിയോ ട്രാൻസ്മിറ്റർ മുഖേന മെസ്സേജ് കൊടുത്തു കാണും. അവിടെ നിന്ന് ഒരു പട തിരിച്ചിട്ടുണ്ടാവും. നമ്മൾ എന്തു ചെയ്യും? അലീന കരയുമെന്നായി. അവർ വരുന്നതിന് മുൻപ് രക്ഷപ്പെടണം, ബട്ടൻ പറഞ്ഞു. അവരോട് കാത്തിരിക്കാൻ പറഞ്ഞിട്ട് അവൻ നേരെ ക്യാപ്റ്റൻ്റെ ക്യാബിനിലേക്ക് നടന്നു. അവൻ വാതിലിന് പുറകിൽ മറഞ്ഞു നിന്ന് അകത്തുനിന്ന് പതിഞ്ഞ സ്വരത്തിലുള്ള സംഭാഷണം കേൾക്കാമായിരുന്നു. ബട്ടൻ ശ്വാസം അടക്കി പിടിച്ചു.
ആരെങ്കിലും തന്നെ കാണുന്നുണ്ടോ എന്ന് 4 ചുറ്റും നോക്കി. ആരുമില്ല. അവരെ ഞാൻ വിട്ടുതരാം. ക്യാപ്റ്റന്റെ സ്വരം. ഒരാൾക്ക് 1,00,000 പൗണ്ട് വീതം കിട്ടണം. അതായത് 3,00,000 പൗണ്ട്. തുകയെ സംബന്ധിച്ചുള്ള തർക്കവും തീരുമാനവും പിന്നീടാകാം. എനിക്കതിന് അനുവാദമില്ല. ഞങ്ങളുടെ ആളുകൾ ഹെഡ്ക്വാർട്ടേഴ്സിൽ നിന്ന് പുറപ്പെട്ടിട്ടുണ്ട്. അവർ ഇവിടെ എത്തിയാലുടൻ നിങ്ങൾ അർഹിക്കുന്ന പ്രതിഫലം തരും. എമിലിയോയുടെ സ്വരമായിരുന്നു അത്. അധ്യായം 27. ബട്ടൻ ഗാരി അങ്കിളിൻ്റെ അരികിൽ ഓടിയെത്തി. സംഗതി ശരി തന്നെ. ക്യാപ്റ്റൻ നമ്മളെ INSന് വിൽക്കാൻ പോവുകയാണ്. എങ്ങനെ അറിഞ്ഞു? ക്യാപ്റ്റനും എമിലിയോയും തമ്മിൽ പ്രതിഫലത്തെക്കുറിച്ച് തർക്കിക്കുന്നത് കേട്ടു. 3,00,000 പൗണ്ടാണ് നമ്മൾ 3 പേർക്കും വേണ്ടി ക്യാപ്റ്റൻ ചോദിക്കുന്നത്. എന്നിട്ട് എമിലിയോ INSന്റെ ആസ്ഥാനത്തിൽ സന്ദേശം കൊടുത്തിരിക്കുകയാണ്. അവർ ഇങ്ങോട്ട് പുറപ്പെട്ടു കഴിഞ്ഞു. ഗാരി അങ്കിളിൻ്റെ മുഖം വലിഞ്ഞു മുറുകി. അയാൾ ചിന്താധീനനായി 2 ചാൽ നടന്നു. അലീനയുടെ മുഖത്തെ രക്തം വാർന്നുപോയതുപോലെ കാണപ്പെട്ടു. അവൾ റോമലിനെ പകച്ചു നോക്കിക്കൊണ്ടിരുന്നു. വീണ്ടും INSന്റെ പിടിയിൽപ്പെടുന്നതിനേക്കാൾ ഭേദം കടലിൽ ചാടി മരിക്കുന്നതാണ്, ഗാരി അങ്കിൾ പറഞ്ഞു. എങ്ങനെയെങ്കിലും നമുക്ക് ഈ കപ്പലിൽ നിന്ന് ഒളിച്ചു കടക്കണം. റോമൽ തിടുക്കം കൂട്ടി. എന്നിട്ട് എന്തു ചെയ്യും? മൂവരും ഗാഢമായ ആലോചനയിൽ മുഴുകി. ഒടുവിൽ ഗാരി അങ്കിൾ പറഞ്ഞു, നമുക്ക് കരയിൽ ചെന്നിട്ട് ഒരു തോണി വാടകയ്ക്ക് കിട്ടുമോ എന്ന് അന്വേഷിക്കാം. അത് ഞാൻ ആലോചിക്കായികയല്ല. നമ്മൾ ഏത് ദിക്കിലേക്കാണ് രക്ഷപ്പെടേണ്ടതെന്ന് ആരോട് ചോദിച്ചറിയും? ബട്ടൻ ചോദിച്ചു. അതിന് കപ്പലിൽ തന്നെ വഴിയുണ്ടാക്കാം. ആ TV ചിത്രം പിടിക്കാൻ വന്നവരോട് ചോദിച്ചാൽ മതി. ഗാരി അങ്കിൾ അത് ഏറ്റെടുത്തു. അയാൾ TV ചിത്രം പിടിക്കാൻ വന്നവരെ സമീപിച്ചു. കൂട്ടത്തിൽ നിരുപദ്രവിയെന്ന് തോന്നിക്കുന്ന ഒരു മധ്യവയസ്കനുമായി ചങ്ങാത്തം കൂടി. അവർ എടുത്തുകൊണ്ടിരുന്ന ചിത്രത്തെക്കുറിച്ച് സംഭാഷണം തുടങ്ങിയ ഗാരി അങ്കിൾ അതിൻ്റെ ഗതി മെല്ലെ തിരിച്ചുവിട്ടു. ഇവിടം വിട്ടുകഴിഞ്ഞാൽ ഏറ്റവും അടുത്ത ജനവാസ കേന്ദ്രം ഏതാണ്? ഗാരി അങ്കിൾ ചോദിച്ചു. അടുത്തു വേറെ ജനവാസ കേന്ദ്രമൊന്നുമില്ല, അയാൾ അറിയിച്ചു. ഒന്നുകിൽ കേപ്പ് ഫെയർവെല്ലിൽ എത്തണം, അതല്ലെങ്കിൽ ഐസ്ലാൻഡിൽ. അവിടേക്ക് 1000 മൈലോളം ദൂരമുണ്ട്. ഐസ്ലാൻഡിനടുത്ത് എവിടെയോ ബ്രിട്ടീഷ് സൈന്യത്തിൻ്റെ ഒരു ചെറിയ കേന്ദ്രമുള്ളതായി കേട്ടിട്ടുണ്ടല്ലോ. ഓ, ലൈറ്റ് ഹൗസ് അല്ലേ? അതെ. അത് ഏത് ദിക്കിലാണ്? ഇവിടെ നിന്ന് ഏതാണ്ട് 700 മൈൽ അകലെ തെക്ക് പടിഞ്ഞാറായി വരും. ഓഹോ, ഷെറ്റ്ലൻഡിലേക്ക് എന്തു ദൂരം വരും? അത് കൃത്യമായിട്ട് അറിഞ്ഞുകൂടാ. ലോഫോർട്ടനിലോ നോർത്ത് കോപ്പിലോ ചെല്ലണമെങ്കിൽ എന്തു ദൂരം വരും? എനിക്കറിയില്ല സ്നേഹിത. താങ്കൾക്ക് എവിടേക്കാണ് പോകേണ്ടത്? ഈ കപ്പൽ എവിടെ ചെല്ലുന്നോ അങ്ങോട്ട് തന്നെ. എന്നാൽ ക്ഷമയോടെ ഇരിക്കുക. ബെർഗനിൽ ഇതെത്താൻ ഇനിയും കുറഞ്ഞത് 2 മാസം എടുക്കും. താങ്ക് യു. ഗാരി അങ്കിൾ തിരിച്ചു പോന്നു. വിവരങ്ങളെല്ലാം റോമലിനെയും അലീനയെയും ധരിപ്പിച്ചു. നാളെ ഉച്ചയോടെ നമുക്ക് കരയ്ക്കിറങ്ങാം, ബട്ടൻ പറഞ്ഞു. രാത്രി കടന്നുപോയി. അടുത്ത ദിവസം ഗാരി അങ്കിൾ ക്യാപ്റ്റനെ സമീപിച്ച് സൗഹൃദ സംഭാഷണം ആരംഭിച്ചു. കപ്പൽ എന്നത്തേക്ക് യാത്ര പുനരാരംഭിക്കും ക്യാപ്റ്റൻ? 1 ആഴ്ചയ്ക്കകം. അത്രയും വൈകുന്നതെന്തിന്? കപ്പലിന് കേടുപാടുകളുണ്ടോ? ഉണ്ടാകാതിരിക്കാനാണ്. ക്യാപ്റ്റന് ഗാരി അങ്കിളിനോട് സംസാരിക്കുന്നത് ഇഷ്ടമല്ലെന്ന് മുഖം പ്രകടമാക്കുന്നുണ്ടായിരുന്നു. വെറുപ്പോ നീരസമോ ആയിരുന്നില്ല അത്. അയാൾ ധർമ്മസങ്കടത്തിലാണെന്ന് തോന്നുമായിരുന്നു. സ്വന്തം കൈകൊണ്ട് കൊല്ലേണ്ട മൃഗം കൂടുതൽ ഇണങ്ങുമ്പോഴുണ്ടാകുന്ന കുണ്ഠിതം. അപ്പോൾ ഇനിയും 1 ആഴ്ചയുണ്ടോ? പുറംകടലിൽ കാലാവസ്ഥ അത്ര മെച്ചമല്ലെന്ന് കേൾക്കുന്നു. കൊടുങ്കാറ്റും കോളിളക്കവും അതാണ് വൈകുന്നത്. അപ്പറഞ്ഞതിൽ ക്യാപ്റ്റന് തന്നെ വിശ്വാസമില്ലെന്ന് ഗാരി അങ്കിളിന് മനസ്സിലായി. ശുദ്ധനുണ. എന്നാൽ ഞങ്ങൾ കരയിലൊന്ന് പോയി വരട്ടെ. കപ്പലിൽ ബോറടിക്കുന്നു. ആയിക്കൊള്ളൂ. നിങ്ങൾക്കിഷ്ടമുള്ളപ്പോൾ കരയിൽ പോവുകയും വരികയും ചെയ്യാം. ആരും വിലക്കുകയില്ല. ഇനി അധിക ദിവസമില്ലല്ലോ. അയാൾ ഒഴിവായി പോയാൽ അത്രയും നന്ന എന്ന് ക്യാപ്റ്റൻ വിചാരിക്കുകയായിരുന്നു. ഗാരി അങ്കിൾ നന്ദി പറഞ്ഞ് പിൻവാങ്ങി. അയാൾ ക്യാബിനിൽ തിരിച്ചെത്തി. അനുവാദം കിട്ടിയോ? റോമൽ ഉദ്വേഗത്തോടെ ആരാഞ്ഞു. ഓക്കെ. നമ്മൾ ഉടൻ പുറപ്പെടുകയാണ് അല്ലേ? അതെ. എന്തൊക്കെ സാധനങ്ങൾ കൊണ്ടുപോകാം? അത്യാവശ്യത്തിന് മാത്രം. 3 ജോഡി കമ്പിളി ഉടുപ്പുകൾ മേൽക്കുമേൽ ധരിക്കാം. അതിനും മീതെ പുള്ളോവർ, തൊപ്പി, ഏറ്റവും നല്ല കാലുറകളും ഷൂസും, പിന്നെ ബൈനോക്കുലർ, ലൈറ്റർ. മതി. ആർക്കും സംശയം തോന്നരുത്. വേണമെങ്കിൽ ഓരോ കമ്പിളിഷാൾ പുതയ്ക്കുക കൂടി ചെയ്യാം. നമ്മൾ തോണി വാടകയ്ക്കെടുക്കുമ്പോൾ തോണിക്കാരൻ കൂടെ പോരുമെന്ന് ശാഠ്യം പിടിച്ചാലോ? ബോണ ചോദിച്ചു. നമുക്ക് അവനെ കൂടി നമ്മുടെ മിഷനിൽ പങ്കെടുപ്പിക്കേണ്ടി വരും, റോമൽ പറഞ്ഞു. അവൻ എതിർത്താലോ? അവനെ കൊന്ന് കടലിലെറിയേണ്ട ഗതികേട് നമുക്കുണ്ടാകാതിരിക്കട്ടെ. 5 പേരും ഒരുങ്ങി. കപ്പലിൽ നിന്നിറക്കിയ തോണിയിൽ കരയിലേക്ക് പുറപ്പെട്ടു. കരയിലെത്തിയ ഉടൻ തോണികൾ വാടകയ്ക്ക് കിട്ടാനുണ്ടോ എന്ന അന്വേഷണം ആരംഭിച്ചു. വാസ്തവത്തിൽ അവിടെ അങ്ങനെയൊരു ഏർപ്പാടുണ്ടായിരുന്നില്ല. ഇവിടെ അതിൻ്റെ ആവശ്യമില്ല, ഒരുവൻ പറഞ്ഞു. ഒരു തിമിംഗല വേട്ടക്കപ്പൽ ഇവിടെ വരുന്നത് 3 മാസത്തിലൊരിക്കലാണ്.
പിന്നെ സാഹസിക യാത്രക്കാരുടെ ലോഞ്ചുകൾ വന്നെങ്കിലായി. എന്നാൽ ഞങ്ങൾ ആർക്കു വേണ്ടി കച്ചവടം നടത്തുന്നു എന്നല്ലേ? മരം വെട്ടി അറുത്തുകൊണ്ടു പോകാൻ തടി വ്യാപാരികൾ പതിവായി വരും. മരം വെട്ടുന്ന തൊഴിലാളികളാണ് ഇവിടെ അധികവും. കടുത്ത മഞ്ഞുകാലത്ത് ഓരോരുത്തർ എല്ലാം പൂട്ടിക്കെട്ടി അവരവരുടെ നാടുകളിലേക്ക് തിരിക്കും. കാലാവസ്ഥ മെച്ചപ്പെടുമ്പോൾ തിരിച്ചു വരും. അതുവരെ ഇവിടുത്തെ ആദിവാസികൾ മാത്രമേ ഇവിടെ ഉണ്ടാവൂ. ഞാൻ പറഞ്ഞു വരുന്നത് ഇതാണ്. ഇവിടെ ഒന്നും വാടകയ്ക്ക് കിട്ടുകയില്ല. ഞങ്ങൾക്കൊരു തോണി വേണമായിരുന്നു, ഗാരിയങ്കിൾ അറിയിച്ചു. കപ്പലിൽ ഒരു രസവുമില്ല. തോണിയിൽ കയറി കുറച്ചു സമയം കടലിൽ ചുറ്റിക്കറങ്ങാൻ ഒരാഗ്രഹം. അതു വല്ലാത്ത ആഗ്രഹം തന്നെ, ഡെൻമാർക്കുകാരനായ മോട്ടൻ എന്ന ആ മധ്യവയസ്കൻ പറഞ്ഞു. ശരി, ഞാനൊരു കാര്യം ചെയ്യാം. നിങ്ങൾക്കത്ര കൊതിയാണെങ്കിൽ എൻ്റെ തോണി വിട്ടുതരാം. പക്ഷേ ഞാൻ വാടകയൊന്നും വാങ്ങിക്കുകയില്ല. യമഹ എഞ്ചിൻ ഘടിപ്പിച്ച തോണിയാണത്. ഞങ്ങൾ എന്തെങ്കിലും സമ്മാനം തന്നാലോ? ഒന്നും സ്വീകരിക്കുകയില്ല, പ്രത്യേകിച്ച് നിങ്ങളിൽ നിന്ന്. നിങ്ങൾക്ക് ഞാനാണ് ഒരു സമ്മാനം തരേണ്ടത്. INS-ൽ നിന്നും ചാടിപ്പോന്ന ധീരപ്രവൃത്തിക്ക്. അപ്പോൾ താങ്കളുടെ തോണി തരും അല്ലേ? ഗാരിയങ്കിൾ സംഭാഷണം അവസാനിപ്പിക്കാൻ ശ്രമിച്ചു. തരും, നിശ്ചയം. എനിക്കൊരു മുന്നറിയിപ്പ് തരാനുണ്ട്. അയാൾ ഗാരിയങ്കിളിൻ്റെ അടുത്തേക്ക് നീങ്ങി നിന്നിട്ട് സ്വരം താഴ്ത്തി പറഞ്ഞു. സൂക്ഷിക്കണം, നിങ്ങൾ വീണ്ടും പിടിക്കപ്പെടും. INS-ൻ്റെ ഏജന്റുമാർ ലോകത്തെല്ലായിടത്തുമുണ്ട്, ഇവിടെയും. ഉവ്വോ, ഗാരിയങ്കിൾ പരിഭ്രമം ഭാവിച്ചു. ഇവിടെ ഒരു ഏജന്റുണ്ട്. നിങ്ങളൊരു വിഡ്ഢിത്തം കാണിച്ചു. INS-ൽ നിന്ന് ചാടിപ്പോന്നതൊക്കെ മിടുക്ക് തന്നെ. പക്ഷേ അക്കാര്യം എല്ലാവരോടും വിളിച്ചുകൂവി നടക്കരുതായിരുന്നു. നോക്കിക്കൊള്ളൂ, നിങ്ങൾ ഈ കപ്പലിലുണ്ടെന്നുള്ള വിവരം ഇവിടുത്തെ ഏജന്റ് അവരുടെ കേന്ദ്രത്തിൽ അറിയിച്ചു കാണും. ഇനി എന്തു ചെയ്യും? അവർ എത്തുന്നതിന് കുറേ ദിവസം പിടിക്കും. അതിനു മുൻപേ കപ്പൽ ഇവിടം വിട്ടുപോയാൽ നിങ്ങൾ രക്ഷപ്പെട്ടു. കാലാവസ്ഥ മോശമായതുകൊണ്ട് കപ്പൽ ഒരാഴ്ച കഴിഞ്ഞ് ഇവിടം വിട്ടുപോകൂ എന്നാണ് ക്യാപ്റ്റൻ പറഞ്ഞത്. കാലാവസ്ഥ മോശമോ? അതും ഇപ്പോൾ? ഇതുപോലൊരു തമാശ അടുത്ത കാലത്ത് ഞാൻ കേട്ടിട്ടില്ല. ക്യാപ്റ്റൻ നിങ്ങളെ കളിപ്പിച്ചതായിരിക്കും. ഈ പ്രദേശത്തെ ഏറ്റവും നല്ല കാലാവസ്ഥയാണിപ്പോൾ. ഇവിടെ നിന്ന് ഡെൻമാർക്ക് വരെ പോകാൻ ഒരു കൊച്ചു തോണി മതി. എന്നുവെച്ചാൽ കടൽ അത്രയ്ക്ക് ശാന്തമാണെന്നർത്ഥം. പക്ഷേ ക്യാപ്റ്റൻ പറഞ്ഞതിങ്ങനെയാണ്. ഒരാഴ്ച വൈകിയാൽ നിങ്ങൾ കുടുങ്ങിയത് തന്നെ. അപ്പോൾ തോണിയുടെ കാര്യം? ബട്ടൻ ഇടയ്ക്ക് കയറി. ഞാനും കൂടി നിങ്ങളോടൊപ്പം വരാം. ഇവിടുത്തെ കടൽ നിങ്ങൾക്കത്ര പരിചയമില്ലല്ലോ. എനിക്കാണെങ്കിൽ മനപ്പാടം. ഞങ്ങൾക്ക് തനിച്ചു പോകുന്നതാണ് ഇഷ്ടം. എനിക്ക് സെയിലിംഗ് നന്നായി അറിയാം. മോട്ടൻ സംശയിച്ച് അല്പനിമിഷം ഗാരിയങ്കിളിനെ നോക്കി നിന്നു. വരൂ. അയാൾ ജെട്ടിയിലേക്ക് അവരെ കൂട്ടിക്കൊണ്ടുപോയി. തോണി അഴിച്ചു കൊടുത്ത ശേഷം അയാൾ പറഞ്ഞു. എണ്ണ നിങ്ങൾ വാങ്ങണം. അത് വാങ്ങാൻ കിട്ടുന്നിടം പറഞ്ഞു തരാം. അതെവിടെയാണെന്ന് പറഞ്ഞു കൊടുത്ത ശേഷം മോട്ടൻ പോയി. പോകാൻ നേരം അയാൾ മുന്നറിയിപ്പെന്നോണം പറഞ്ഞു. എനിക്ക് ആകെയുള്ള തോണിയാണിത്. എൻ്റെ ഏറ്റവും വലിയ ചങ്ങാതി. ഇത് കടലിൽ മുക്കിത്താഴ്ത്തരുത്. വൈകുന്നതിന് മുൻപ് തിരിച്ചു വരണം. 5 പേരും കൂടി പോയി 25 ലിറ്റർ കൊള്ളുന്ന ഒരു പ്ലാസ്റ്റിക് ക്യാൻ വാങ്ങി. പിന്നെ അത് നിറച്ച് ഇന്ധനവും. എന്തിനാണ് ഇത്രയും? കപ്പലിലേക്കാണോ അതോ ലോഞ്ചിനോ? എണ്ണ വ്യാപാരി ചോദിച്ചു. കപ്പലിലേക്കാണ്, ബട്ടൻ പറഞ്ഞു. ഭക്ഷണസാധനങ്ങൾ വിൽക്കുന്നിടത്തു നിന്ന് അവർ ഒരാഴ്ചത്തേക്ക് ആവശ്യമുള്ളവ വാങ്ങി ശേഖരിച്ചു. അവർ ജെട്ടിയിലെത്തി. എന്നാൽ നമ്മൾ പുറപ്പെടുകയാണ്, ഗാരിയങ്കിൾ പറഞ്ഞു. അയാൾ ചരട് ചുറ്റി വലിച്ച് എഞ്ചിൻ പ്രവർത്തിപ്പിച്ചു. റോമലും അലീനയും സാധനങ്ങൾ തോണിയിലടുക്കി. അവർ പലകകളിന്മേൽ ഇരിപ്പുറപ്പിച്ചു. തോണി മെല്ലെ നീങ്ങി. കരയോട് ചേർന്ന് അത് പോയിക്കൊണ്ടിരുന്നു. റോമൽ കൂടെ കൂടെ പുറകിലേക്ക് നോക്കി. നമ്മൾ ആ നല്ല മനുഷ്യനെ വഞ്ചിക്കുകയാണ്, അലീന പറഞ്ഞു. ഒരുപക്ഷെ അയാളുടെ ആകെ സമ്പാദ്യമായിരിക്കും ഇത്. വാടക പോലും വാങ്ങാതെ നല്ല മനസ്സോടെ അയാളിത് തന്നു. നമ്മളത് കടത്തിക്കൊണ്ട് പോകുന്നു. അയാൾ നല്ല മനുഷ്യനാണെങ്കിൽ അയാളുടെ തോണിയേക്കാൾ വില നമ്മുടെ ജീവനാണെന്ന് കരുതിക്കൊള്ളും, ഗാരിയങ്കിൾ പറഞ്ഞു. കാര്യങ്ങൾ വെളിവായി കഴിയുമ്പോൾ അയാൾക്ക് അഭിമാനമേ തോന്നൂ. അയാളുടെ തോണിയിലാണല്ലോ നമ്മൾ രക്ഷപ്പെട്ടതെന്നോർത്ത്. അത് ശരിയാണ്. പിന്നീട് നമ്മളെ കണ്ടാൽ അയാൾ പറഞ്ഞെന്നുമിരിക്കും. പൊന്നു ചങ്ങാതിമാരെ, നിങ്ങൾ നേരെ ചൊവ്വേ കാര്യം പറഞ്ഞിരുന്നെങ്കിലും ഞാൻ തോണി വിട്ടുതരുമായിരുന്നല്ലോ എന്ന്. അവർ ക്രമേണ കരയിൽ നിന്നും അകന്നു. കപ്പലും ആ ചെറിയ ജെട്ടിയും തീരെ അവ്യക്തമായി. ഒടുവിൽ കാണാനില്ലെന്ന് വന്നു. 1 മൈൽ കൂടി മുൻപോട്ട് പോയി കാണും. അപ്പോൾ കാണായി ഒരു ബോട്ട് ചീറിപ്പാഞ്ഞു വരുന്നു. ചതിച്ചു, ബട്ടൻ നിലവിളിച്ചു. അത് INS ഏജന്റിന്റെ ബോട്ടാണ്. അവർ ഹതാശരായി നിന്നു. അരമണിക്കൂറിനുള്ളിൽ ബോട്ട് അവരെ സമീപിച്ചു. മുൻവശത്തെ തട്ടിൽ INS ഗാർഡ് എമിലിയോ നിൽക്കുന്നത് കണ്ടു. അധ്യായം 28. ബോട്ട് തോണിക്കരികിലെത്തി. ഹലോ, നിങ്ങൾ വഴിതെറ്റി അലയുകയാണോ? എമിലിയോ വിളിച്ചു ചോദിച്ചു. ബട്ടനും ഗാരിയങ്കിളും റോമലും എന്തു മറുപടി പറയണമെന്നറിയാതെ മുഖത്തോട് മുഖം നോക്കി. ഇത് അപകടം പിടിച്ച കടലാണ്. എത്രയും വേഗം കപ്പലിലേക്ക് മടങ്ങിപ്പോയിക്കൊള്ളൂ.
അവിടെ എല്ലാവരും നിങ്ങളെ കാണാതെ വിഷമിക്കുകയാണ്. എമിലിയോ ഒരു പുച്ഛച്ചിരിയോടെ മുഴിഞ്ഞു. ബട്ടൻ ബോട്ടിലാകെയൊന്ന് നോക്കി. എതിർക്കാൻ പഴുതുണ്ടോ എന്ന് അന്വേഷിക്കുകയായിരുന്നു. പക്ഷേ ബോട്ടിൽ എമിലിയോവിനെ കൂടാതെ 4-5 പേരുണ്ട്. എതിർക്കാൻ നോക്കണ്ട റോമൽ, അവരുടെ കൈവശം തോക്കുകളുണ്ട്. ഗാരി അങ്കിൾ പിറുപിറുത്തു. നിങ്ങൾ എവിടേക്കായിരുന്നു? എമിലിയോ ചോദിച്ചു. വെറുതെ ഒന്ന് ചുറ്റിക്കറങ്ങാൻ. അതിനാണോ ആ ക്യാൻ നിറയെ എണ്ണയും ഇത്രയും ഭക്ഷണപ്പൊതികളും? ഒരാഴ്ച കറങ്ങാനായിരുന്നോ നിങ്ങളുടെ പ്ലാൻ? അയാൾ പരിഹസിക്കുകയാണെന്ന് ഗാരി അങ്കിളിന് മനസ്സിലായി. ഏയ്, ഞങ്ങൾക്കിത് ഒരാഴ്ചത്തേക്കൊന്നുമില്ല. ഒറ്റ ദിവസം കൊണ്ട് തിന്നു തീർക്കാനും കഴിയും. അതുപോലെ തിന്നിട്ടാണ് INS നായ്ക്കളുടെ കയറ്റത്ത് ചാടാൻ ഞങ്ങൾക്ക് കഴിഞ്ഞത്. ഗാരി അങ്കിൾ തിരിച്ചടിച്ചു. എമിലിയോയുടെ മുഖമിരുണ്ടു. പെട്ടെന്നത് മറച്ചിട്ട് പ്രതിമയുടെ ചിരിയോടെ അയാൾ പറഞ്ഞു, എന്നാൽ വേഗം കപ്പലിലേക്ക് മടങ്ങിയാട്ടെ. തോണി തിരിച്ചുവിടുകയല്ലാതെ ഗത്യന്തരമില്ലായിരുന്നു. ബോട്ട് അവരുടെ പിന്നാലെ നീങ്ങി. അവസാനം അവർ ജെട്ടിയിൽ തിരിച്ചെത്തി. തോണി കരയ്ക്കടുപ്പിച്ച് കെട്ടിയിട്ടു. മിച്ചം വന്ന ഇന്ധനവും ഭക്ഷണസാധനങ്ങളും അവർ മോട്ടനെ ഏൽപ്പിച്ചു. ഇതെന്തിനാണ് ഇത്രയും? അയാൾ അമ്പരന്നു. ക്ഷമിക്കണം ചങ്ങാതി, ഞങ്ങൾ നിങ്ങളെ ചതിക്കുകയായിരുന്നു. തോണിയുമായി കടന്നു കളയാനായിരുന്നു ഞങ്ങളുടെ പരിപാടി. പക്ഷേ INSന്റെ ഏജന്റ് ബോട്ടിൽ വന്ന് ഞങ്ങളെ കണ്ടുപിടിച്ചു. മോട്ടൻ അന്താളിച്ച് അവരെ മാറി മാറി നോക്കി. നിങ്ങൾക്ക് ഭ്രാന്തുണ്ടായിരുന്നോ? അതുപോലൊരു പഴകിയ തോണിയിൽ പുറംകടലിൽ പോകാൻ? സാമാന്യം ശക്തിയുള്ള ആദ്യത്തെ തിരമാല തന്നെ അതിനെ അടിച്ചു പൊളിച്ചു കളയുമല്ലോ. നിങ്ങൾ കടലിൽ മുങ്ങിച്ചാകുകയും ചെയ്യുമായിരുന്നു. INS ഏജന്റ് പിന്തുടർന്ന് വന്നിരുന്നെങ്കിൽ അത് നിങ്ങളുടെ ഭാഗ്യം. സ്നേഹിത, ഞങ്ങളുടെ അവസ്ഥ നിങ്ങൾക്ക് ഊഹിക്കാൻ കഴിയും. INS ഞങ്ങളെ കണ്ടുപിടിച്ചു കഴിഞ്ഞു. ക്യാപ്റ്റൻ ഞങ്ങളെ അവർക്ക് വിൽക്കാനായി വിലപേശിക്കൊണ്ടിരിക്കുകയാണ്. ഒരു തോണി തട്ടിയെടുക്കുകയല്ലാതെ രക്ഷപ്പെടാൻ വേറൊരു മാർഗവും ഞങ്ങൾ കണ്ടില്ല. അതുകൊണ്ട് ഫലമുണ്ടായില്ലെന്ന് മാത്രമല്ല, നിങ്ങളുടെ മുൻപിൽ ഞങ്ങൾ മഹാനാറികളാവുകയും ചെയ്തിരിക്കുന്നു. ഈ വിശ്വാസവഞ്ചന മൂലം. ഗാരി അങ്കിൾ ക്ഷമായാചന നടത്തി. സാരമില്ല ചങ്ങാതി, ഞാനാണെങ്കിലും ഇങ്ങനെയൊക്കെ തന്നെ ചെയ്യുമായിരുന്നു. നിങ്ങൾ എന്നോട് നേരത്തെ സത്യം വെളിപ്പെടുത്തിയിരുന്നെങ്കിൽ പുറംകടലിൽ നല്ലപോലെ പെരുമാറുന്ന ഒരു ബോട്ട് ഞാൻ സംഘടിപ്പിച്ചു തരുമായിരുന്നു. ഒളിച്ചോടാൻ പറ്റിയ സമയവും പറഞ്ഞു തരുമായിരുന്നു. പക്ഷേ ഇനി അതൊന്നും ആലോചിച്ചിട്ട് കാര്യമില്ല. കപ്പലിൽ ചെന്നു കഴിഞ്ഞാൽ ഇനി നിങ്ങളെ പുറത്തു വിടുകയില്ല. അതാണ് വിധി. ഗാരി അങ്കിൾ ദീർഘനിശ്വാസത്തോടെ പറഞ്ഞു. ഏതായാലും നിങ്ങൾ ചെയ്തു തന്ന സഹായത്തിന് നന്ദി. അപ്പോൾ ഇനി നിങ്ങൾ എന്തു ചെയ്യാൻ പോകുന്നു? കപ്പലിലേക്ക് മടങ്ങുക, അല്ലാതെന്ത്? ഇത്രത്തോളം എത്തിയിട്ട് പിടികൊടുക്കുക എന്ന് വെച്ചാൽ കുറച്ച് കടുപ്പം തന്നെ. ഗാരി അങ്കിൾ പോകാൻ ഭാവിച്ചു. ഏതാനും ചുവട് നടന്നിട്ട് തിരിഞ്ഞു നിന്നു. ഈർച്ചമിൽ നടത്തുന്ന സ്റ്റെഫാനെ കണ്ട് ഞങ്ങൾ അന്വേഷിച്ചതായി അറിയിക്കുമോ? ഞങ്ങൾ അപകടത്തിലാണെന്നറിയിക്കണം. സംഗതി പരമരഹസ്യമായിരിക്കുകയും വേണം. അത് ഞാൻ ഏറ്റു. പക്ഷേ സഹായം പ്രതീക്ഷിക്കേണ്ട. 1000-ൽ താഴെ ജനസംഖ്യയുള്ള സ്ഥലമാണിത്. ഇവിടെ പോലീസും പട്ടാളവും നീതിയും നിയമവും ഒന്നുമില്ല. ജെട്ടിയിൽ എമിലിയോയും സംഘവും പരിസരം നിരീക്ഷിച്ചുകൊണ്ട് നിൽപ്പുണ്ടായിരുന്നു. റോമലും ഗാരിയങ്കളും ബർട്ടനും ബോണയും അലീനയും കപ്പലിലേക്ക് മടങ്ങി. എല്ലാ പദ്ധതിയും പൊളിഞ്ഞു. ഗാരി അങ്കിൾ പിറുപിറുത്തു. ഇത്തവണ കുടുങ്ങും, നിശ്ചയം. കൈമാറ്റം ചെയ്യപ്പെടുന്നതുവരെ ഞാൻ കാക്കും. രക്ഷയ്ക്ക് വഴിയില്ലെങ്കിൽ ക്യാപ്റ്റന്റെ തല അറുത്ത് ഞാൻ കടലിലെറിയും. എന്നിട്ടേ INSന് കീഴടങ്ങൂ. ചതിയൻ, നീചൻ, നിഷ്ഠൂരൻ. ബർട്ടൻ മുറുമുറുത്തു. അവർ കപ്പലിൽ തിരിച്ചെത്തി. അധികം കഴിയും മുൻപേ എമിലിയോയും കപ്പലിലെത്തി. അയാൾ ക്യാപ്റ്റനെ കണ്ട് വിവരങ്ങൾ ധരിപ്പിച്ചു. അവർക്ക് കാര്യങ്ങൾ മനസ്സിലായി കഴിഞ്ഞു. അയാൾ പറഞ്ഞു, ഇനി സൂക്ഷിക്കണം. ഏതു വിധേനയും അവർ രക്ഷപ്പെടാൻ നോക്കും. മഹാവിരുദ്ധന്മാരാണെന്ന് ഓർക്കണം. കപ്പലിൽ നിന്ന് ചാടിപ്പോകാതെ ഞാനേറ്റു. ക്യാപ്റ്റൻ ഉറപ്പു നൽകി. അടുത്ത ദിവസം പോയി ക്യാപ്റ്റനെ കാണണമെന്ന് ബട്ടൻ തീരുമാനിച്ചു. വിലക്ക് കൽപ്പിച്ചിട്ടുണ്ടോ എന്നറിയണം. ഇല്ലെങ്കിൽ കരയിൽ പോയി പുതിയ രക്ഷാമാർഗങ്ങൾ ആരായണം. പിറ്റേന്ന് ബട്ടൻ ക്യാപ്റ്റനെ കാണാൻ ചെന്നു. ക്യാപ്റ്റന്റെ മുഖം പതിവിനു വിപരീതമായി ഗൗരവപൂർണമായി കാണപ്പെട്ടു. എന്തു വേണം? പരുക്കൻ ചോദ്യം. ഞങ്ങൾക്ക് കരയിലൊന്നു പോയാൽ കൊള്ളാമെന്നുണ്ട്. സാധ്യമല്ല. വെറുതെ കടലിൽ ചുറ്റിക്കറങ്ങി അപകടം ക്ഷണിച്ചു വരുത്താനല്ലേ? ഞാൻ സമ്മതിക്കുകയില്ല. ഇനി ഞങ്ങൾ കടലിൽ തോണിയാത്രയ്ക്കില്ല. എന്നാലും വേണ്ട. കാരണം കപ്പൽ ഏതു നിമിഷവും പുറപ്പെടാം. കാലാവസ്ഥ മെച്ചപ്പെട്ടു വരികയാ. അപ്പോൾ നിങ്ങൾ പുറത്തുപോയാൽ ശരിയാവില്ല. ബട്ടൻ നിരാശനായി മടങ്ങി. അന്നുച്ചയ്ക്ക് ഫിൻലൻഡ് പൗരനായ സ്റ്റെഫാൻ അവരെ സന്ദർശിക്കാനെത്തി. ഗാരി അങ്കിളിനെയും മറ്റും കണ്ട് ഉറക്കെ ചിരിച്ചുകൊണ്ട് അയാൾ ചോദിച്ചു, എന്തൊക്കെയുണ്ട് ചങ്ങാതികളെ വാർത്തകൾ? ഇവിടെ സുഖം തന്നെ, ഗാരി അങ്കിൾ പുഞ്ചിരിയോടെ പറഞ്ഞു. സ്റ്റെഫാൻ നാലുപാടും നോക്കിയിട്ട് ശബ്ദം താഴ്ത്തി. വാർത്തകൾ ഞാൻ അറിഞ്ഞു. മോട്ടൻ എന്നോട് വന്ന് പറഞ്ഞിരുന്നു. അയാളൊരു നല്ല മനുഷ്യനാണ്. അയാളെ കണ്ടുമുട്ടിയത് നിങ്ങളുടെ ഭാഗ്യം. ഞങ്ങൾ അവിടം വരെ എത്തി നിൽക്കുന്നു.
റോമൽ അറിയിച്ചു. കപ്പലിൽ നിന്ന് പുറത്തു പോകാൻ അനുവാദമില്ല. ചുരുക്കത്തിൽ തടവുകാരാണ് ഞങ്ങൾ. നിങ്ങൾ വലിയ വിഡ്ഢിത്തമാണ് കാണിച്ചത്. ഞങ്ങളോട് നേരിട്ട് സഹായം ആവശ്യപ്പെടാമായിരുന്നു. എന്നെ നല്ലപോലെ പരിചയമുണ്ടായിട്ടും നിങ്ങൾ എന്തുകൊണ്ട് എന്നെ കാണാൻ മറന്നു? ഇതുപോലെ എന്തെങ്കിലും സംഭവിക്കുമെന്ന് എനിക്ക് തോന്നിയിരുന്നു. നിങ്ങളെക്കുറിച്ച് ഉത്കണ്ഠയുണ്ടായിരുന്നു. ഇനി അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നല്ലൊരവസരം കളഞ്ഞു കുളിച്ചു. ഗാരി അങ്കിളും റോമലും ഒന്നും മിണ്ടിയില്ല. അവർ പ്രതീക്ഷയോടെ സ്റ്റെഫാൻ്റെ കണ്ണുകളിലേക്ക് തന്നെ നോക്കിക്കൊണ്ടിരുന്നു. സാരമില്ല, അയാൾ ആശ്വസിപ്പിച്ചു. നമുക്ക് വേറെ എന്തെങ്കിലും മാർഗം നോക്കാം. അയാൾ ചുറ്റും നോക്കി. റോമലും അലീനയും ബോണയും വെളിയിലിറങ്ങി നിൽക്കൂ. നിങ്ങൾ സൊറ പറഞ്ഞിരിക്കുകയാണെന്ന് കാണുന്നവർക്ക് തോന്നണം. ആരെങ്കിലും ഇങ്ങോട്ട് വരുന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് മുന്നറിയിപ്പ് തരികയും വേണം. ഞാൻ ഗാരിയുമായി ഒരു പദ്ധതി ചർച്ച ചെയ്യട്ടെ. റോമൽ ഉടൻ അലീനയെയും ബോണയെയും കൂട്ടി ഇറങ്ങി. അവർ എന്തൊക്കെയോ പറഞ്ഞ് ചിരിച്ചുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. സ്റ്റെഫാൻ കയ്യിലിരുന്ന പൊതുക്കെട്ട് ഗാരി അങ്കിളിനെ ഏൽപ്പിച്ചു. ഇത് വെച്ചോ, കയർ ഗോവണിയാണ്. ഞങ്ങൾ കരയിലുള്ളവർക്കെല്ലാം നിങ്ങളോട് വലിയ അനുകമ്പയാണ്. അതുകൊണ്ട് ഞങ്ങളെല്ലാവരും ഒന്നിച്ചുകൂടി ഒരു പദ്ധതി ആസൂത്രണം ചെയ്തു നിങ്ങളെ രക്ഷപ്പെടുത്താൻ. എന്തു പദ്ധതി? ഗാരി അങ്കിൾ ഉത്തേജിതനായി. ഇന്ന് രാത്രിയിൽ ഞങ്ങളൊരു ബോട്ടുമായി കപ്പലിൻ്റെ വലതുവശത്ത് ഏതാണ്ട് മധ്യഭാഗത്തായി വരും. കൃത്യം 12 മണിക്ക്. നിങ്ങൾ ഈ കയർ ഗോവണി വഴി തൂങ്ങി കപ്പലിൽ നിന്ന് ബോട്ടിലേക്ക് ഇറങ്ങണം. കുറേ ബുദ്ധിമുട്ടുള്ള പണിയാണിത്. എന്നാലും INSൻ്റെ കയ്യിൽപ്പെടുന്നതോർത്താൽ നിങ്ങൾക്കത് സാധിക്കും. ബോട്ടിലെത്തിയാലുടൻ അത് നിങ്ങളെയും കൊണ്ട് കരയിലേക്ക് വരും. ഞങ്ങളെ അവിടെ ഇറക്കുക. എന്നിട്ട് നിങ്ങൾ നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് കുതിക്കുക. ബോട്ടിന് നിങ്ങൾ പണമൊന്നും തരണ്ട. അത് ഞങ്ങളുടെ സമ്മാനമായി കണക്കാക്കിയാൽ മതി. വേണ്ടത്ര ഇന്ധനവും ഭക്ഷണപാനീയങ്ങളും ബോട്ടിലുണ്ടായിരിക്കും. ഗാരി അങ്കിളിന് എങ്ങനെ നന്ദി പറയണമെന്നറിയില്ലായിരുന്നു. അയാളുടെ കണ്ണ് നിറഞ്ഞു. ഓക്കെ മാൻ. സ്റ്റെഫാൻ അയാളുടെ തോളിൽ തട്ടി. നിങ്ങളുടെ വികാരം എനിക്ക് മനസ്സിലാകും. കരുതിയിരിക്കുക. കൃത്യം 12 മണി. നല്ല ഉറച്ച കാൽവയ്പ്പുകളോടെ സ്റ്റെഫാൻ കപ്പൽ തട്ടിലൂടെ നടന്നകന്നു. റോമലും അലീനയും ഓടി ക്യാബിനിൽ കയറി. ഗാരി അങ്കിളിനോട് സ്റ്റെഫാന് പറയാനുണ്ടായിരുന്നത് എന്താണെന്ന് അറിയാനുള്ള ഉദ്വേഗം. ബോണയും ബട്ടനും പരസ്പരം നിരീക്ഷിച്ചുകൊണ്ട് നിന്നു. ഗാരി അങ്കിൾ വിവരങ്ങൾ വിശദീകരിച്ചു. റോമലിന് ആഹ്ലാദം അടക്കാൻ കഴിഞ്ഞില്ല. അപ്പോൾ നമ്മൾ ഇനിയും രക്ഷപ്പെടും. സാധ്യത കാണുന്നുണ്ട്. സ്റ്റെഫാൻ എത്ര നല്ലവൻ. അയാളുടെ കൂട്ടുകാരും. ഒച്ചയുണ്ടാക്കരുത്. ആഹ്ലാദം പുറത്ത് പ്രകടിപ്പിക്കാതിരിക്കുക. അതാണ് നന്ന്. രാത്രിയാകാൻ അവർ കാത്തിരുന്നു. പകലിനും ഇരട്ടി നീളമുണ്ടെന്ന് തോന്നി. ഒടുവിൽ രാത്രി വന്നെത്തി. മണിക്കൂറുകൾ ഇഴഞ്ഞുകൊണ്ടിരുന്നു. കപ്പലിനുള്ളിൽ എല്ലാവരും തന്നെ ഉറക്കം പിടിച്ചിരുന്നു. 5 പേർ മാത്രം ഉറങ്ങാതെ കരയിലേക്ക് ഉറ്റുനോക്കി ഇരിപ്പാണ്. ഇരുട്ടത്ത് കണ്ണുകളുടെ തിളക്കം മാത്രം കാണാം. ശൈത്യമേറിയ രാത്രി. കരയിലേക്ക് കാറ്റാഞ്ഞു വീശിക്കൊണ്ടിരുന്നു. കടലിളകി മറിഞ്ഞു. കപ്പൽ മെല്ലെ ചാഞ്ചാടി. 12 മണി കഴിഞ്ഞു. അവർ പമ്മിപ്പതുങ്ങി ക്യാബിന് വെളിയിലിറങ്ങി. ശബ്ദമുണ്ടാക്കാതെ ഡെക്കിലെത്തി. റോമൽ ഡെക്കിനരികിൽ ഏതാണ്ട് കപ്പലിൻ്റെ വലതുപാർശ്വത്ത് മധ്യഭാഗത്തായി കമ്പിയിൽ കയർ ഗോവണിയുടെ ഒരറ്റം കൊളുത്തിയിട്ടു. മറ്റേ അറ്റം താഴേക്കിട്ടു. കയർ ഗോവണി ചുരുൾ നിവർത്തി മറ്റേ അറ്റം കടലിൽ ചെന്ന് വീണു. താഴെ കടലിനോട് ചേർന്ന് തിരകളിൽപ്പെട്ട് ബോട്ട് ചാഞ്ചാടുന്നത് കാണാമായിരുന്നു. ബോണയും ബട്ടനും റോമലും അലീനയും ഡെക്കിൽ കമിഴ്ന്നു കിടന്നു. ഇപ്പോൾ ആരെങ്കിലും ഡെക്കിലേക്ക് വന്നാൽ തന്നെ അവരെ കാണാമായിരുന്നില്ല. ഗാരി അങ്കിൾ ഗോവണിയിലൂടെ മെല്ലെ താഴേക്ക് ഇറങ്ങി തുടങ്ങി. വൃദ്ധനത് വളരെ ആയാസകരമായിരുന്നു. അയാൾ പെട്ടെന്ന് വേർപ്പിൽ കുളിച്ചു. പകുതിയോളം എത്തിയപ്പോഴേക്കും അവശനായി. അയാളുടെ ഉടൽ ഞെട്ടിവിറച്ചു. ഇടയ്ക്ക് ഗോവണി ഊഞ്ഞാൽ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ആടിക്കൊണ്ടിരുന്നു. ബട്ടനും ബോണയും റോമലും അലീനയും ശ്വാസം അടക്കിപ്പിടിച്ച് നോക്കിക്കൊണ്ടിരുന്നു. താഴെ നിന്നവരും ഉദ്വേഗഭരിതരായി കാത്തുനിന്നു. ഗാരി അങ്കിൾ കടലിൽ വീണാൽ ഉടൻ രക്ഷിക്കാൻ തയ്യാറായാണ് നിൽപ്പ്. ആടിയും ഉലഞ്ഞും വല്ല വിധേനയും ഗാരി അങ്കിൾ താഴെയെത്തി. സ്റ്റെഫാനും മോട്ടനും കൂടി അയാളെ ബോട്ടിൽ പിടിച്ചു കയറ്റി. അടുത്തത് അലീനയുടെ ഊഴമായിരുന്നു. അവളും വളരെ വിഷമിച്ചാണ് ഇറങ്ങിയത്. സർക്കസിലെ ട്രപ്പീസ് പ്രകടനക്കാരുടെ അതേ അഭ്യാസപാഠവും മനോബലവും വേണ്ടിയിരുന്നു. അടുത്തതായി റോമൽ ഇറങ്ങി. അയാൾ താഴെ എത്താറായപ്പോൾ കപ്പലിൽ വിളക്കുകൾ തെളിഞ്ഞു. കപ്പലിൻ്റെ മറുഭാഗത്തുണ്ടായിരുന്ന INSൻ്റെ ബോട്ടും വേറെ 2 ബോട്ടുകളും കടലിൽ പ്രകാശം പരത്തിക്കൊണ്ട് വലതുഭാഗത്തേക്ക് വന്നു. എല്ലാവരും സ്തംഭിച്ചു നിന്നു. അടുത്ത ഭാഗം നാളെ.